സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യയുടെ വേളയില് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് ഒരുമിച്ച് എനിക്കും കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവം എത്ര നല്ലവനെന്ന് എൻ്റെ ജീവിതത്തിൽ കൂടി പല അനുഭവങ്ങളിൽ കൂടി എനിക്ക് രുചിച്ചറിയുവാൻ സാധിച്ച കുറെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നു. എങ്കിലും ഞാൻ ഭാരപ്പെടാതെ അതൊക്കെയും തരണം ചെയ്യുവാൻ ദൈവം എനിക്ക് ശക്തി തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് സൂസൻ ജോർജ് എന്നാവുന്നു. ഞാൻ ബീഹാറിന്റെ പ്രദേശത്ത് പാട്ന എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ആയിരിക്കുന്നു. ഏതാണ്ട് 43 വർഷത്തോളമായി ഞാൻ ബീഹാറിന്റെ പ്രദേശത്ത് ദൈവത്തിന്റെ വേലയിലായിരിക്കുന്നു. കർത്താവിനെ ഇത്രത്തോളം നടത്തി ഇനിയും നടത്തുവാൻ ശക്തനാണെന്നുള്ള പരിപൂർണ വിശ്വാസത്തോടുകൂടെ ഞാൻ മുൻപോട്ട് പോകുന്നു. ദൈവമക്കളുടെ എവരുടെയും പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഞാൻ എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച ദേവദാസിയെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞാൻ അവരെയെല്ലാം ഏത് സമയത്തും ദൈവത്തിന്റെ പ്രാർത്ഥനാ വിഷയത്തില് ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഭാരങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഞാൻ പാടി ആശ്വസിക്കുന്ന ഒരു പാട്ടിന്റെ 2 ശരണം പാടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ബലം തരേണ്ടതിനായിട്ട് ദൈവമക്കളെ ഏവരെയും പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നു എന്നോ എന്റേതാതൻ ചെയ്യയില്ല. എന്നെ അവനടിച്ചാലോ അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ആമേൻ. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ ജീവിതത്തില് എൻ്റെ കുഞ്ഞുങ്ങൾ മരിച്ചു കിടന്ന സമയത്ത് ഈ പാട്ട് പാടി ഞാൻ ആശ്വസിച്ച സമയങ്ങളായിരുന്നു. കർത്താവ് ആ സമയത്ത് എനിക്ക് തന്ന ബലത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ ജന്മസ്ഥലം റാന്നിയിൽ ഇട്ടിയപ്പാറ മന്നമരുതി എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ മാതാപിതാക്കളും അവിടെ തന്നെയുള്ളതാണ്. എൻ്റെ പിതാവിൻ്റെ വീടും മന്നമരുതിയിലായിരുന്നു. എൻ്റെ അമ്മച്ചിയുടെ വീട്, എൻ്റെ മാതാവിൻ്റെ വീട് പമ്പവാലിക്കടുത്ത് പെരുവേൽ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു.
എൻ്റെ മാതാപിതാക്കൾക്ക് രണ്ടുപേർക്കും അവരുടെ ചെറുപ്രായത്തിലെ എൻ്റെ മാതാവ് നഷ്ടപ്പെട്ടവളായിരുന്നു. മാതാവിന് ഒരു സഹോദരനും കൂടെ ഉണ്ടായിരുന്നു. അവരെ വളർത്താൻ നിവൃത്തിയില്ലാതെ എൻ്റെ വല്യപ്പച്ചൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചു. അതിൽ 4 മക്കളുണ്ടായതോടുകൂടെ ഇവരെ തള്ളിക്കളഞ്ഞു. ഇവരെ വളർത്തുവാൻ ആരുമില്ലാതെ എൻ്റെ മാതാവ് വേറെ ആരോ എടുത്ത് വളർത്തിയെന്നാണ് പറയുന്നത്. എനിക്ക് സൂക്ഷ്മവിവരങ്ങൾ അറിയത്തില്ല. അങ്ങനെ മാതാവ് വളർന്നു. വിദ്യാഭ്യാസം വളരെ കുറവാണെങ്കിലും ദൈവസന്നിധിയിൽ ദൈവത്തോട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നത് കൊണ്ട് ആ വിശ്വാസ ജീവിതം കൈവെടിയാതെ മുൻപോട്ട് പോയി. എൻ്റെ പിതാവിൻ്റെയും ചെറുപ്രായത്തില്, അതായത് 10 വയസ്സുള്ളപ്പോൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. അവര് 7 സഹോദരങ്ങളായിരുന്നു. 3 ആണും 4 പെണ്ണും. അവരങ്ങനെ 7 മക്കളും ആയിരിക്കുന്ന സമയത്താണ് മാതാവും പിതാവും നഷ്ടപ്പെടുന്നത്. പിന്നെ ജ്യേഷ്ഠന്മാരുടെ കൂടെ നിന്ന് എൻ്റെ പിതാവ് 10ാം ക്ലാസ് വരെ പഠിച്ചു. അതിനുശേഷം പലയിടത്തും പല കൂലിപ്പണികളൊക്കെ ചെയ്ത് ജീവിച്ചു. രാത്രികാലങ്ങളില് നമ്മുടെ നാട്ടില് തേങ്ങ കൊണ്ടുവന്ന് കൊപ്രാത്തട്ടിയിൽ കൊടുക്കുന്ന ജോലി വരെ എൻ്റെ പിതാവ് ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ ചെറുപ്രായത്തില് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ വളരെ കഷ്ടതയോടുകൂടെ ജീവിച്ച ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. ശേഷം എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ വിവാഹിതരായി. അവര് കുടുംബമായി. അമ്മായിമാര് 3 പേരെ കല്യാണം കഴിച്ചു കൊടുത്തു. ലാസ്റ്റ് എൻ്റെ പിതാവിൻ്റെ വിവാഹം നടന്നു. ഇളയ അമ്മായി മാത്രം വീട്ടിലുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ മാതാവിനെ കൊണ്ട് ആ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ ആ ഭവനത്തിൽ അവർക്ക് ഇടം കൊടുത്തില്ല. എൻ്റെ പിതാവ് കല്യാണം കഴിച്ചതിൻ്റെ 3ാമത്തെ ദിവസം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. പിതാവ് എൻ്റെ മാതാവിനെയും കൂട്ടി ഒരു വാടക വീട്ടിൽ കുറെ നാള് താമസിച്ചു. അങ്ങനെ ഞാൻ ജനിച്ചു. എൻ്റെ ജനനവും വളരെ ഒരു ദുർഘടം പിടിച്ച ജനനമായിരുന്നു. അതിനിടയിൽ എൻ്റെ പിതാവ് നമ്മുടെ മന്നപരുത്തി ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറുടെ കൂടെ നിന്ന് അവരുടെ അടുക്കളയിൽ ഡോക്ടറിന് വേണ്ടി ആഹാരം ഉണ്ടാക്കാനൊക്കെ പോയി. ആ ഡോക്ടറെ സഹായിച്ചതുകൊണ്ട് ഡോക്ടറിന്റെ കൂടെ നിന്ന് കമ്പൗണ്ടറിന്റെ പണി പഠിച്ചു. വർഷങ്ങള് അവിടെ നിന്ന് ജോലികളൊക്കെ പഠിച്ചതുകൊണ്ട് ആശുപത്രിയിൽ ഒരു ജോലിക്കാരനായിട്ട് കുറെ നാള് ജോലി ചെയ്തു. ശേഷം അതുകൊണ്ടൊന്നും നിൽപ്പാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഒരു ദിവസം എൻ്റെ പിതാവ് എൻ്റെ മാതാവിനെയും കൂട്ടി റാന്നിയിൽ നിന്ന് പാലക്കാട് ജില്ലയിലേക്ക് വണ്ടി കയറി. പാലക്കാട് ജില്ലയിൽ വന്നു. ഞങ്ങൾക്ക് താമസിക്കാൻ സൗകര്യമില്ല, ആരെയും പരിചയമില്ല, ഒരുത്തരെ അറിയത്തുമില്ല, അന്യനാട്, ആരുമായിട്ടൊരു പരിചയമില്ല, ഒന്നുമില്ല. ഏതായാലും പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. അവിടെ നിന്ന് ബസ് കയറി ടൗണിൽ വന്നു. ഒരു ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചു. അവിടുന്ന് ഹോട്ടലുകാരനോട് ചോദിച്ചു, ഞങ്ങൾക്കൊരു വീട് എടുത്തു തരാവോ എന്ന് ചോദിച്ചു. അയാള് അന്നൊക്കെ വാടക കുറവായിരുന്നത് കൊണ്ട് ചുരുങ്ങിയ ചെലവില് ഒരു വാടക വീട് കിട്ടി. ആ വീട്ടില് താമസിച്ചുകൊണ്ട് എൻ്റെ പിതാവ് പാചകം ചെയ്യാൻ നല്ലപോലെ അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആ ഹോട്ടലില് പാചകക്കാരനായിട്ട് വേല ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2-3 വർഷം വാടക വീട്ടിൽ താമസിച്ചു. ആരാധനയ്ക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് ഓർത്തിട്ട് ആരെയും പരിചയമില്ല, ആരോട് ചോദിക്കുന്ന എവിടെയാണ് ആരാധന ഉള്ളതെന്ന്. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഒരച്ഛൻ ആ ഹോട്ടലിൽ ആഹാരം കഴിക്കാനായിട്ട് വന്നു. അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞങ്ങൾ മർത്തോമാക്കാരാണ്, മർത്തോമ ചർച്ച് ഉണ്ട് ഇവിടെ അടുത്ത്, അവിടെ വന്നാൽ ആരാധിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ആ മർത്തോമ ചർച്ചിൽ ആരാധനയ്ക്ക് കടന്നുപോയി. വളരെ ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ആരാധനയിലും പ്രാർത്ഥനയിലും ഞങ്ങൾ സന്തോഷമുള്ളവരായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. 2 വർഷം ആ പള്ളിയില് ആരാധനയ്ക്ക് കൂടി, അച്ഛൻ്റെ കൂടെ നിന്നു.
അച്ഛൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ പിതാവിനെ കപ്പ്യാരാക്കി. അച്ഛൻ്റെ കൂടെ നിന്ന് കപ്പ്യാരുടെ വേലയും ചെയ്തു. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസയും പകൽ മുഴുവൻ ഈ ഹോട്ടലിൽ കഷ്ടപ്പെടുന്ന പൈസയും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ മുൻപോട്ട് പോയി. അവിടുന്ന് ഞങ്ങൾക്ക് താമസ സൗകര്യത്തിൻ്റെ കുറവ് ഓർത്തിട്ട്, ആ ഒരു മുറിയേ ഉള്ള മുറിക്കകത്ത് താമസിക്കാനുള്ള ബുദ്ധിമുട്ട് ഓർത്തിട്ട് ആ വീട് മാറണം എന്നുള്ള പ്ലാനിൽ എൻ്റെ പിതാവ് ആ കടക്കാരനോട് പറഞ്ഞ് വേറൊരു വീട് എടുത്തു തരാൻ പറ്റുമോ. അന്നേരം പറഞ്ഞു ഇനിയിപ്പോൾ ഇതിൽ കുറഞ്ഞൊരു വീട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും അതിലൊക്കെ കഴിച്ചു കൂട്ടാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങൾ ഞായറാഴ്ച ഞാനും എൻ്റെ മാതാവും പിതാവും ഞങ്ങൾ ആരാധനയ്ക്ക് ചർച്ചിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, ചർച്ച് ആരാധനയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോകാൻ ഒരുങ്ങിയപ്പോൾ ഞങ്ങളെ അച്ഛൻ അവിടെ വിളിച്ചു നിർത്തി കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഒരു വീടും കുറച്ച് സ്ഥലവും ഞാൻ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്, അവിടേക്ക് താമസം മാറാമെന്ന് പറഞ്ഞു. ദൈവനാമത്തിന് സ്തോത്രം. കർത്താവ് ഒരുക്കുന്ന വഴികൾ എത്ര വലിയവയെന്ന് നമ്മൾ അറിഞ്ഞിട്ടുമില്ല, നമ്മുടെ ആരുടെയും ഹൃദയത്തിൽ തോന്നിച്ചിട്ടുമില്ല. എങ്കിലും ദൈവം ഞങ്ങളെ മുന്നമായി കണ്ടിരുന്നത് കൊണ്ട് ദൈവം ഞങ്ങൾക്ക് വേണ്ടി വഴി വാതിലുകളും തുറന്നു. അവിടുന്ന് ഞങ്ങൾക്ക് ആ വീടിന് 2 മുറിയും ഒരു തിണ്ണയും അടുക്കളയും അതിൻ്റെ കൂടെ ചുറ്റുപുറത്തും കൂടെ എല്ലാം കൂടെ കൂട്ടി ഒരു 45 സെന്റ് സ്ഥലവും ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ പേരിൽ എഴുതി തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ സുഖമായി ജീവിച്ചു. അങ്ങനെ അങ്ങനെ ഞങ്ങൾ മുൻപോട്ട് പോകുന്ന അവസ്ഥയിൽ ഞങ്ങൾ 6 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഞാനാണ് വീട്ടിലെ ഏറ്റവും മൂത്തത്, എൻ്റെ താഴെ 2 അനിയത്തിമാരും 3 ആങ്ങളമാരും, അങ്ങനെ ഞങ്ങൾ 6 പേരായിരുന്നു മക്കള്. ഞങ്ങളുടെ വിദ്യാഭ്യാസ സമയത്ത് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ ചെറുപ്രായത്തിൽ എന്നെ പ്രസവിച്ച് 28 കഴിഞ്ഞപ്പോൾ എനിക്ക് വയറ്റിളക്കവും ഛർദിലും വന്നതോടുകൂടെ ഡോക്ടർ പറഞ്ഞ് രക്ഷപ്പെടുകയില്ല എന്ന് പറഞ്ഞ് എല്ലാവരും കൈ ഒഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് എൻ്റെ പിതാവ് ഇപ്രകാരം പ്രാർത്ഥിച്ചെന്നാ പറയുന്നത്, ദൈവം ജീവനോടെ തരികയാണെങ്കിൽ അവളെ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് വിട്ടേക്കാമെന്ന് ദൈവസന്നിധിയിൽ നിർണയം എടുത്തിരുന്നു. ദൈവം എനിക്ക് അത്ഭുതകരമായി വിടുതൽ തന്നു. അങ്ങനെ ഞാൻ മുൻപോട്ട് വളർന്നു. ഡോക്ടർ പറഞ്ഞ് ഈ കുഞ്ഞ് എഴുന്നേറ്റ് നടക്കത്തില്ല, അവളുടെ കാലിന് സ്വാധീനം കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ കൃപ കൊണ്ട് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ കർത്താവ് എന്നെ വഴി നടത്തി. ഞാൻ നടന്നു പഠിച്ചു, സ്കൂളിൽ പോയി. അങ്ങനെ ജീവിതം മുൻപോട്ട് പോകുന്ന അവസ്ഥയിൽ എൻ്റെ കൂടപ്പിറപ്പുകളൊക്കെ 5 പേരെ എനിക്ക് നോക്കണം, വേറെ ആരും. മാതാവും പിതാവും കൂലിപ്പണിക്ക് പോകുന്നത് കൊണ്ട് അവരെ നോക്കണം, എൻ്റെ സ്കൂളിൽ പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന വളരെ കഷ്ടതയിൽ കൂടെ ഞങ്ങൾ ഒത്തിരി പട്ടിണിയും ദാരിദ്ര്യവും ചെറുപ്രായത്തിലെ അനുഭവിച്ചത് കൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഒരു കഷ്ടങ്ങളും പ്രയാസങ്ങളും എനിക്കൊരു പ്രയാസമായി തോന്നിയിട്ടില്ല. അങ്ങനെ മുൻപോട്ട് പോയി. ഞാൻ എൻ്റെ 13-ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവിനോട് കൂടെ കൊയ്ത്ത് കണ്ടത്തില് കറ്റ ചുമക്കാനായിട്ട് ഇറങ്ങി. 3 അല്ലെങ്കിൽ 4 കറ്റ കൂടുതൽ എനിക്ക് തലയിൽ വെച്ചോണ്ട് എടുത്തോണ്ട് നടക്കാൻ അറിയത്തില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഭാരം ചുമന്നിട്ടില്ല, അതുകൊണ്ട് എനിക്കത് അറിയത്തില്ല. എങ്കിലും പിന്നെ ഒരു വിധത്തിലൊക്കെ പിതാവിൻ്റെ കൂടെ അങ്ങനെ അത് അന്ന് പകൽക്കാലം മുഴുവൻ കഴിച്ചുകൂട്ടി. പിറ്റേ ദിവസം രാവിലെ വീണ്ടും കൊയ്ത്ത് കണ്ടത്തിൽ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പിതാവിനോട് പറഞ്ഞു, ഞാനും കൊയ്യാൻ കൂടാമെന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു, കുഞ്ഞെ നിന്റെ കൈ മുറി നിനക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്നുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എൻ്റെ പിതാവിൻ്റെ കഷ്ടപ്പാട് കാണുന്നില്ലേ, എനിക്ക് കൊയ്യാനുള്ള അറിവ് തരണേന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അരിവാളും എടുത്തുകൊണ്ട് കണ്ടത്തിലിറങ്ങി. ഞാൻ കൊയ്തു, അവരോടൊപ്പം നിന്ന് കൊയ്ത് ഞാൻ കറ്റ കെട്ടി വെച്ചു. വൈകിട്ട് അത് ചുമന്ന് കറ്റക്കളത്തിൽ കൊണ്ടുവന്നിട്ടിട്ട് വീട്ടിൽ വന്നു. ദൈവനാമത്തിന് അതിയുടെ സ്തോത്രം ചെയ്യുന്ന. അങ്ങനെ 13-ാമത്തെ വയസ്സ് മുതൽ കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും കൂടെ മുൻപിൽ കൂടെ ഞാൻ കടന്നുപോയി. ആ സമയത്ത് ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. 8-ാം ക്ലാസ്സിൽ അവധി കിട്ടുന്ന സമയത്തെല്ലാം പിതാവിൻ്റെ കൂടെ പണിക്ക് പോകും, മാതാവും പണിക്ക് പോകും, കുഞ്ഞുങ്ങളും ബാക്കിയുള്ളവരെല്ലാം സ്കൂളിൽ പോകുന്നു. അവധിക്കാലത്ത്
പണിക്ക് പോയിട്ട് കിട്ടുന്ന പൈസ എടുത്തു വെക്കും. അടുത്ത വർഷത്തെ പഠിത്തത്തിന് വേണമല്ലോ പൈസ, ആവശ്യമുണ്ടല്ലോ എന്നും കണ്ട് പണിക്ക് പോകുന്ന പൈസ വെച്ചിട്ട് അടുത്ത വർഷത്തേക്കുള്ള ബുക്കും പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കുമായിരുന്നു. അങ്ങനെ 8ാം ക്ലാസ് ഇന്ന് ജയിച്ചു 9ലേക്ക് കയറി. 9ലും വിദ്യാഭ്യാസം ഒന്നും കുഴപ്പമില്ലാതെ മുൻപോട്ട് പോയി. അവിടുന്ന് 9ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞപ്പോൾ 2 മാസത്തെ അവധിയുണ്ട്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് 2 പെൺകുട്ടികളുണ്ടായിരുന്നു. അവര് പറഞ്ഞ്, എടി നീ വെറുതെ ഇരിക്കല്ലേ, വാ നമുക്ക് പണിക്ക് പോകാം. ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റത്തില്ല വെയിലത്ത് പോയി പണിയാന്, ഞാൻ വീട്ടിലിരിക്കുന്നവളെന്ന് പറഞ്ഞു. നേരം പറഞ്ഞു, എടി നിനക്ക് അടുത്ത വർഷം പഠിക്കണ്ടേ, പഠിക്കാനുള്ള പൈസ എങ്ങനെയും ഉണ്ടാക്കണ്ടേ, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അവരുടെ കൂടെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ വെളിപ്രദേശത്ത് പണിക്ക് പോയത്. അവരുടെ കൂടെ പണിക്ക് പോയി. കാട് വീശണം, എനിക്ക് അറിയത്തില്ല എങ്ങനെ കാട് വീശും, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. പക്ഷെ അവരെന്നെ സഹായിച്ചു. 2 മാസം ഞാൻ ആ കാട്ടിനുമായിട്ട് മത്സരിച്ച് പണിത് ഞാൻ പൈസ ഉണ്ടാക്കി. അങ്ങനെ 9ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞ് റിസൾട്ട് അറിയാനായിട്ട് പോകേണ്ട ദിവസം ഞാൻ സ്ഥലത്തിന്റെ ഉടമസ്ഥനോട് പറഞ്ഞു, ഞാൻ നാളെ വരത്തില്ല, എനിക്ക് സ്കൂളിൽ പോകണം, എൻ്റെ റിസൾട്ട് നോക്കാനെന്ന് പറഞ്ഞു. അന്നേരമാണ് അയാൾ അറിയണത് ഞാൻ പഠിക്കുന്ന കുട്ടിയാണെന്നുള്ളത്. എന്നോട് ചോദിച്ചു, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഞാൻ പരീക്ഷ എഴുതിയതാ, അതിന്റെ റിസൾട്ട് നാളെ കിട്ടും, അതുകൊണ്ട് ഞാൻ നാളെ വരത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം ആ വ്യക്തി എന്നോട് ചോദിച്ചു, നീ പാസ്സാവുമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പാസ്സാവുമെന്ന് പറഞ്ഞു. എന്നാ നീ പാസ്സാകുകയാണെങ്കിൽ അടുത്ത വർഷം 10ലേക്കുള്ള സകല ബുക്കും പുസ്തകങ്ങളും നിന്റെ ഡ്രസ്സിന്റെയും പൈസ ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് തന്നേക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് പിറ്റേ ദിവസം രാവിലെ 10 മണിയായപ്പോൾ സ്കൂളിൽ ചെന്നു. റിസൾട്ട് നോക്കി, നല്ല മാർക്കോട് കൂടി ഞാൻ പാസ്സായി. വളരെ സന്തോഷത്തോടു കൂടെ വീട്ടിൽ വന്നു. പിതാവിനോട് പറഞ്ഞു, എനിക്ക് ഇത്ര മാർക്കുണ്ട്, എൻ്റെ പഠിത്തം എനിക്ക് 10ാം ക്ലാസ് പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, മോനെ 9ാം ക്ലാസ് വരെ പഠിച്ചില്ലേ, അത് മതി, ഇനി മുൻപോട്ട് പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിവില്ല, അതുകൊണ്ട് കുഞ്ഞുങ്ങൾ മറ്റുള്ളവർ, നിന്റെ അനിയത്തിമാരും ആങ്ങളമാരും പഠിക്കട്ടെ, നിന്റെ പഠിത്തം ഇവിടെ കൊണ്ട് നിർത്താമെന്ന് പറഞ്ഞു. ഞാന് രാത്രി മുഴുവൻ ഇരുന്ന് കരഞ്ഞു ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ 9ാം ക്ലാസ് വരെ പഠിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, എനിക്ക് എങ്ങനെ മുൻപോട്ട് പോകാൻ പറ്റും എന്നുള്ള ആ മനപ്രയാസം എൻ്റെ മനസ്സിൽ കിടന്ന് എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ഞാൻ രാത്രി മുഴുവൻ ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ വീണ്ടും അവരുടെ കൂടെ പണിക്ക് പോയി. വൈകുന്നേരം കൂലി വാങ്ങിക്കാൻ ചെന്നപ്പോ 2 മാസത്തെ കൂലി കംപ്ലീറ്റ് അയാൾ തീർത്ത് തന്നു. അന്ന് ഒരു ദിവസത്തെ കൂലി എന്ന് പറഞ്ഞാൽ 3 രൂപയാണ്. 2 മാസത്തെ കൂലി എനിക്ക് തന്നു. ആ കൂലിയും അതിൻ്റെ കൂടെ അടുത്ത 10ാം ക്ലാസ്സിലെ പഠിത്തത്തിനുള്ള ബുക്കും പുസ്തകത്തിന്റെ പൈസയും എൻ്റെ സ്കൂൾ ഡ്രസ്സിന്റെ പൈസയും കൊടയും ബാഗും എല്ലാം വാങ്ങിക്കാനുള്ള പൈസ ആ മനുഷ്യൻ തന്നു. ഞാനത് വാങ്ങിച്ച് അവിടെ നിന്ന് വാങ്ങിച്ചപ്പോ എൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് ധാരധാരയായി വീഴാൻ തുടങ്ങി. ഞാൻ ദൈവത്തിന് മഹത്വപ്പെടുത്തി. അന്നേരം അയാൾ എന്നോട് ചോദിച്ചു, എന്തിനാ കുഞ്ഞു കരയുന്നേ? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, സന്തോഷം കൊണ്ടാന്ന് പറഞ്ഞു. ഞാൻ ആ പൈസയായി വീട്ടിൽ വന്ന് എൻ്റെ പിതാവിനോട് പറഞ്ഞു, എനിക്ക് 10ാം ക്ലാസ് പൂർത്തീകരിക്കണം, എനിക്ക് പഠിക്കണം, മുൻപോട്ട് പോകണം, എനിക്കതാണ് എൻ്റെ ആഗ്രഹം. നേരം പറഞ്ഞ്, പഠിപ്പിക്കാൻ പൈസ ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു, എനിക്ക് ദൈവം തന്നിട്ടുണ്ട്, ദൈവം എൻ്റെ കാര്യങ്ങൾ അറിയുന്നുണ്ട്, അതുകൊണ്ട് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്, ഞാൻ പഠിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് പൂർത്തീകരിച്ചു. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി കഴിഞ്ഞ് 2 മാസം സമയമുണ്ട് റിസൾട്ട് വരെ. ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു, ഞാൻ പോവാ, തയ്യൽ പഠിക്കാൻ പോവുക. തയ്യൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു മിഷ്യൻ വാങ്ങിച്ച് വീട്ടിലിട്ടിരുന്ന കിട്ടുന്ന പൈസ കുടുംബത്തെ ആവശ്യങ്ങൾ നടക്കുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ തയ്യൽ പഠിക്കാൻ പോയി. 2 മാസം കൊണ്ട് മുക്കാലും തയ്ക്കാനുള്ളതും എല്ലാം പഠിച്ചു, വെട്ടാനും എല്ലാം പഠിച്ചു. അങ്ങനെ എൻ്റെ കട്ടിങ്ങും തയ്യലും എല്ലാം കണ്ടുകൊണ്ട് എന്നെ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് വലിയ സന്തോഷമായി. ടീച്ചർ എന്നോട് പറഞ്ഞു, കുഞ്ഞെ, നീ ഇത്രയും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്ത് നീ എക്സാം എഴുതാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ടീച്ചറെ, എനിക്ക് ഇത് തന്നെ പഠിച്ച ഫീസ് തരാനുള്ള വഴിയില്ല, പിന്നെ എങ്ങനെ ഞാൻ എക്സാം എഴുതുന്നത്? എൻ്റെ പിതാവിന് കൂലിപ്പണി, വേറെ വരുമാനമൊന്നുമില്ല, എൻ്റെ താഴെ 5 കൂടപ്പിറപ്പങ്ങളുണ്ട്, അവരും പഠിക്കുക, അതുകൊണ്ട് എക്സാം ഞാൻ എഴുതുന്നില്ല മേഡം, എനിക്കത് പഠിച്ചാൽ മതി. പിന്നെ ഒരു മിഷ്യൻ സെക്കൻഡ് ഹാൻഡ് മിഷ്യൻ വാങ്ങിച്ച് വീട്ടിലിട്ടിട്ട് കിട്ടുന്നത് തയ്ച്ച് പിതാവിനെ സഹായിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ ടീച്ചർ അതിന് സമ്മതിച്ചില്ല. നിർബന്ധിച്ച് ടീച്ചർ തന്നെ ഫീസ് അടച്ചു. ആദ്യത്തെ വർഷത്തെ എക്സാം എഴുതിപ്പിച്ചു.
അതിൽ ഞാൻ ഫസ്റ്റ് ഡിവിഷനിൽ പാസ്സായി. വീണ്ടും എന്നെ പിറ്റേ വർഷം കൂടെ ക്ലാസ് പഠിപ്പിച്ചു. അങ്ങനെ 3 വർഷത്തെ കോഴ്സ് ഞാൻ എടുത്തു. 3 വർഷവും ഞാൻ കംപ്ലീറ്റ് പാസ്സായി, ഫെയിലാകാതെ. ഞങ്ങള് ഓരോ ഡിവിഷനിലും ഓരോ പ്രാവശ്യം 30-35 പേര് എക്സാം എഴുതിയതിൽ 4 പേര് അല്ലെങ്കിൽ 5 പേര് കൂടുതൽ പാസ്സായിട്ടില്ല. അതിലേറ്റവും കൂടുതൽ മാർക്ക് എനിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആ എക്സാം പാസ്സായി വീട്ടിൽ വന്നു. വീട്ടിലെല്ലാവർക്കും സന്തോഷമായി. വീട്ടിലൊരു സെക്കൻഡ് ഹാൻഡ് മെഷീനും വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഞാൻ ഓരോ പണികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്കൊരു ജോലി എവിടെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ പിതാവിനൊരു സഹായം ആയിരുന്നേനല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ എപ്പോഴും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഞാൻ തയ്ക്കാനിരിക്കുന്ന സമയത്തും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്ന, കർത്താവേ, വഴിയും വാതിലും തുറക്കണമേ, അങ്ങാൽ അസാധ്യമായതൊന്നുമില്ലല്ലോ. അനാഥരെ പരിപാലിക്കുന്ന ദൈവം, വിശപ്പടക്കുന്ന ദൈവമാണല്ലോ. അതുകൊണ്ട് കർത്താവ് എനിക്കൊരു വഴി തുറക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനയുടെ ഉത്തരം ഞാൻ 75 ഞാൻ 10ാം ക്ലാസ് പാസ്സായി. 78 എക്സാം പാസ്സായി. തയ്യലിന്റെ 80 ഇതുപോലെ ഞാൻ സ്കൂളിലെ ഈ ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ന്യൂസ് പേപ്പറിനകത്തൊരു അപേക്ഷ കണ്ട്, ഇന്ന സ്കൂളിലേക്ക് ഒരു ടീച്ചറെ ആവശ്യമുണ്ടെന്ന്. ഞാനത് വായിച്ച് ആ പേപ്പറിൽ നിന്ന് കട്ടിങ് വെട്ടിയെടുത്തുകൊണ്ട് ആ സ്കൂളിൽ ചെന്ന മാനേജറെ കണ്ടു. മാനേജറുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം ആ സ്കൂളിൽ എനിക്ക് ജോലി തന്നു. ദൈവനാമത്തിന് സ്തോത്രം. 1980 ആ സ്കൂളിൽ ഞാൻ ജോലിക്ക് കയറി. എൻ്റെ പിതാവിന് അത് വലിയൊരു സഹായമായിരുന്നു. എൻ്റെ കൂടപ്പിറപ്പുകൾക്ക് പഠിപ്പാനുള്ള പൈസയ്ക്കും അല്പം ബുദ്ധിമുട്ട് കുറഞ്ഞു. അങ്ങനെ ദൈവനാമത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചു. അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ പിതാവ് ഒരു ദിവസം കല്ല് കെട്ടാൻ കയ്യാലയൊക്കെ കെട്ടാൻ അറിയാവുന്നതുകൊണ്ട് കിണറിന്റെ വക്ക് കെട്ടാനായിട്ട് പോയ സമയത്ത് അത് താഴെ നിന്ന് മുകളിലേക്ക് കെട്ടി വരണം. അപ്പൊ അടിയിലിറങ്ങി ഏണി വെച്ച് നിന്ന് തട്ട് കെട്ടി അത് മുകളിലേക്ക് കെട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് മുകളിൽ നിന്നുള്ളത് ഇടിഞ്ഞ് താഴോട്ട് വീണിട്ട് എൻ്റെ പിതാവിന്റെ ശരീരത്ത് മൊത്തം കല്ല് വീണ് ആ കിണറ്റിലെ വെള്ളത്തിനടിയിൽ പെട്ടുപോയി. ഒരു വിധത്തില് മരിക്കാതെ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. ശരീരത്തിൽ വളരെയേറെ മുറിവുകൾ സംഭവിച്ചു. അവിടുന്ന് എല്ലാവരും കൂടെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടാക്കിയതിന് ശേഷം വീട്ടിൽ വന്ന് പറഞ്ഞു, ഇന്നതുപോലെ പിതാവിന് ആപത്തുണ്ടായി, ആശുപത്രിയിലാണ്, എളുപ്പം ചെല്ലണം ആരെങ്കിലും എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് നിലവിളിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ എൻ്റെ പിതാവിന് ബോധമൊന്നുമില്ല. ഒരു ഡെഡ് ബോഡി കിടക്കുന്നത് പോലെ കിടപ്പുണ്ട്. ഞാൻ അവിടെ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ കൂടപ്പിറപ്പുകൾ 5 പേരുണ്ട്, ഞാനുണ്ട്, എൻ്റെ അമ്മയുണ്ട്. എൻ്റെ പിതാവിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞങ്ങളെ നോക്കാൻ ആരുണ്ട്? സോറി. അതുകൊണ്ട് കർത്താവെ ഒന്നും വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ കണ്ണു തുറന്നു, വർത്തമാനം പറഞ്ഞു. ഡോക്ടർ വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, സ്വല്പം മുറിവും ചതവും ഉണ്ട്, അതേ ഉള്ളു, സാരമില്ല, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ആക്കി വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് ആഹാരം ഉണ്ടാക്കി ഞാൻ അമ്മയെ പറഞ്ഞു വിട്ടു, അമ്മ പോയി കണ്ടിട്ട് വാ, ആഹാരം കൊണ്ട് കൊടുത്തിട്ട് വാ, എനിക്ക് അല്പം തുണികൾ തയ്ക്കാനും ഉണ്ട്, അതുപോലെ ജോലിക്കും പോകണമല്ലോ, അതുകൊണ്ട് അമ്മ കൊണ്ട് കൊടുക്കെന്നും പറഞ്ഞ് മാതാവിനെ പറഞ്ഞു വിട്ടു. മാതാവ് പോയി. പകൽ മുഴുവൻ അവിടെ ഇരുന്ന് വൈകുന്നേരം ആയപ്പോൾ തിരിച്ചു വന്നു. ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് രാത്രിയിൽ ഞാൻ പോയി. അവിടെ നിന്ന് പിറ്റേ ദിവസം ഡോക്ടർ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. ശരീരത്തെ വേദന മാറുന്നില്ലെന്ന് പറഞ്ഞ് വേദനയ്ക്കുള്ള ഗുളികകൾ ഡോക്ടർ കൊടുത്തു. പക്ഷെ ആ വേദനയ്ക്ക് ആ ഗുളികകളൊന്നും കഴിച്ചിട്ട് കുറവില്ലെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഇവിടെ നൂൽപ്പഞ്ഞി നിപ്പില്ലേ, അതിന്റെ ഇല പറിച്ച് അരച്ച് കഞ്ഞി വെച്ച് തരാം, അത് കുടിക്ക്. അപ്പൊ എനിക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല അതിന്റെ ഗുണം എന്താണെന്ന്, എനിക്കറിയത്തില്ല. എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി. ഞാനത് കുറച്ച് ഇല പറിച്ചു കൊണ്ടുവന്ന് കഴുകി അരകല്ലയിൽ വെച്ച് അരച്ച് ഒരുപടി അരിയിട്ട് കഞ്ഞി വെച്ച് കാലത്തും കൊടുത്തു, വൈകിട്ടും കൊടുത്തു. അങ്ങനെ അതൊരു 4-5 ദിവസം അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവിന്റെ ശരീരത്തിലെ നൊമ്പരങ്ങളും വേദനകളും എല്ലാം മാറി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ദൈവനാമത്തിന് സ്തോത്രം. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന വഴികൾ എത്ര മഹത്വമുള്ളത്, എത്ര വിലയേറിയത്. ഒരു മരുന്നിനെ കുറിച്ചോ ഒരു പച്ചമരുന്നിനെ കുറിച്ചോ ഒന്നും എനിക്കൊന്നും അറിയത്തില്ല.
വീട്ടിലിങ്ങനെ നിൽക്കുന്ന കാണുന്നു, അത് എന്തേലും പ്രയോജനം ഉണ്ടാകും, അതുകൊണ്ടല്ലേ അത് നിർത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞ്. ഞാൻ ചോദിച്ചവൻ പറഞ്ഞ, ആ കുഞ്ഞ് അതിന്റെ ഗുണമൊന്നും എനിക്ക് അറിയത്തില്ല, അതിങ്ങനെ നമ്മള് പറമ്പിൽ വളർന്നു വരുന്നു, അത് നിന്നോട്ടെ എന്ന് പറഞ്ഞു. അതിന് പഞ്ഞി എടുക്കാമല്ലോ, പഞ്ഞി എടുത്തു വെച്ചാൽ നല്ലതാന്ന് പറഞ്ഞു. അങ്ങനെ ആ ഇല പറിച്ചരച്ച് കഞ്ഞി വെച്ച് കൊടുത്ത് എൻ്റെ പിതാവിന് വളരെ ആരോഗ്യവും ബലവും കിട്ടി. അങ്ങനെ 1980 മുതൽ 84 വരെ ഞാന് സ്കൂളിൽ ജോലി ചെയ്തു. അതിനിടയ്ക്ക് ഞാൻ ആദ്യം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. 1978 ഞാന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. മാർത്തോമാ സഭയിൽ പോക്ക് നിർത്തി. അവിടുന്ന് പതുക്കെ പതുക്കെ എൻ്റെ പിതാവ് സ്നാനപ്പെട്ടു, എൻ്റെ മാതാവ് സ്നാനപ്പെട്ടു. അങ്ങനെ എൻ്റെ സഹോദരങ്ങളെല്ലാവരും ഞങ്ങൾ കുടുംബമായിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പെന്തിക്കോസ് വിശ്വാസത്തിൽ ആയപ്പോ എങ്ങനെയോ മാർത്തോമാ പള്ളിയിൽ അറിവ് കിട്ടി, അവര് പെന്തിക്കോസ് പള്ളിയിലാണ് പോകുന്നത്. അവരെല്ലാവരും കുടുംബമായിട്ട് സ്നാനപ്പെട്ടു. അതുകൊണ്ട് അവരെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന് ഉള്ള ഒരു കംപ്ലൈന്റ് അവിടെ ഉണ്ടായി. അപ്പൊ അച്ഛൻ പറഞ്ഞത് അവർക്കായിട്ട് എഴുതി കൊടുത്തിരിക്കുന്നതാണ്, അവരെ അവിടെ നിന്ന് ഇറക്കി വിടേണ്ട, അവരെ അവിടെ കിടന്നോട്ട്, ഓരോരുത്തർക്ക് ഏത് രീതിയിൽ ജീവിക്കണമെന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത്. അവർക്ക് അങ്ങനെ പോകാനാണ് ഇഷ്ടമെങ്കിൽ അവരെ വിട്ടേര്, അവരെ എന്തിനാ നമ്മൾ തടയാൻ പോകുന്നത്? ദൈവം അവർക്ക് അങ്ങനെ ഒരു വഴിയാ കൊടുത്തിരിക്കുന്നെങ്കിൽ പൊയ്ക്കോട്ടെന്ന് പറഞ്ഞു. ദൈവനാമത്തിന് സ്തോത്രം. അങ്ങനെ 1984 ഇതിനിടയ്ക്ക് പല വിവാഹ ആലോചനകൾ എനിക്ക് വന്നു. ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് വിശ്വാസ നിലയിലാണ്, ആ വിശ്വാസ നിലയ്ക്ക് അനുസരിച്ച് ഒരു കുടുംബജീവിതത്തിനുള്ള വ്യക്തി എന്ന് വരുന്ന അന്ന് മതി എനിക്ക് വിവാഹം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. വരുന്നതൊക്കെ മാർത്തോമാ സഭയിൽ നിന്നും യാക്കോബ സഭയിൽ നിന്നും അതുപോലെ കത്തോലിക്ക സഭയിൽ നിന്നൊക്കെയാണ് കല്യാണാലോചന വരുന്നത്. ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ദൈവത്തെ തള്ളിക്കറിഞ്ഞിട്ട് ഇനി അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് ഞാൻ പോകുന്നില്ല, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു, കുഞ്ഞെ നീ ഇങ്ങനെ നിർബന്ധം പിടിച്ചാൽ എങ്ങനെ? നിന്റെ അനിയത്തിയും വളർന്നു വരികയല്ലേ. ഞാൻ പറഞ്ഞു അനിയത്തി വളർന്നു വന്നോട്ടെ, അതിനെന്നാ കുഴപ്പം, ഞങ്ങളാരും ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ. അങ്ങനെ 1984 ജനുവരി 20 എനിക്കൊരു കല്യാണാലോചന വന്നു. അത് തൊടുപുഴ മൂലമറ്റത്തിനിടയ്ക്ക് കൊടയത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് വന്നത്. അവര് വന്ന് എന്നെ കണ്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു, വാക്കുകളൊക്കെ കൊടുത്തിട്ട് അവർ പോയി. അതിനുശേഷം എൻ്റെ പിതാവും എൻ്റെ അമ്മായിയും എൻ്റെ അമ്മയുടെ അനിയത്തിമാരും ഒക്കെ പോയി കാണാനായിട്ട് പോയി. അവര് പോയി കണ്ടേച്ച് വന്നിട്ട് പറഞ്ഞ് ആ കല്യാണം നടത്തണ്ട, അത് അത്രയും ദൂരം തന്നെയല്ല, മല കയറണം, വെള്ളത്തിന് ബുദ്ധിമുട്ടാണ്, വെള്ളമൊന്നും വേനലായി കഴിഞ്ഞാൽ വെള്ളമൊന്നും കിട്ടത്തില്ല, വലിയ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ആ വിവാഹം നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു. അവര് അവിടുന്ന് പറഞ്ഞു വിട്ടു. ഞങ്ങള് ജനുവരി ലാസ്റ്റിലേക്ക് ഞങ്ങൾ വരും കല്യാണം ഉറപ്പിക്കാനെന്ന് പറഞ്ഞ്. അവര് വന്നപ്പം എൻ്റെ മാതാവ് പറഞ്ഞ്, കുഞ്ഞെ ആ കല്യാണം, എന്നോട് ചോദിച്ചു, കുഞ്ഞെ ആ കല്യാണം വേണോ? ഞാൻ പറഞ്ഞു എന്നാ അമ്മ അങ്ങനെ പറഞ്ഞേ? നേരം എന്നോട് പറഞ്ഞു, കുഞ്ഞെ വെള്ളമില്ല, വഴിയില്ല, പിന്നെ നിനക്ക് ബുദ്ധിമുട്ടല്ലേ അവിടെ നിന്നാല് എന്ന് പറഞ്ഞപ്പോ എന്നെ കാണാൻ വന്ന പുള്ളിക്കാരൻ പറഞ്ഞു, അതിന് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ലല്ലോ, ഞങ്ങൾ ബീഹാറിന് പോവുക എന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ വീട്ടുകാർ തന്നെ അറിയുന്നത് ബീഹാറിലെ സുവിശേഷ വേലയിലാണെന്നുള്ളത്. അവരുടെ കുടുംബത്തെ അവർ 10 മക്കള്, അപ്പനില്ല, അമ്മയാണ് ഈ 10 മക്കളെയും വളർത്തിയത്. അതില് 6ാമത്തെ മോനായിരുന്നു ഇത്. പുള്ളിയും ചെറുപ്രായം മുതൽ സംസാരിക്കത്തില്ലായിരുന്നു, വിക്കനായിരുന്നു. കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. കർത്താവ് സംസാരിക്കാൻ ശക്തി കൊടുത്തു. അന്ന് മുതല് ദൈവവേലയ്ക്കായിട്ട് ഇറങ്ങി പുത്രനായതുകൊണ്ട് പറഞ്ഞാൽ വിവാഹത്തിന് ശേഷം ബീഹാറിലേക്ക് പോകും, ബീഹാറിലാണ് ഞങ്ങൾ ജീവിതം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ കല്യാണത്തിന് സമ്മതിച്ചത്. എൻ്റെ അമ്മായിമാരും എൻ്റെ കൊച്ചമ്മമാരൊന്നും ആ കല്യാണത്തിന് സമ്മതിച്ചില്ല. അവരെല്ലാം പറഞ്ഞു ബീഹാർ എന്ന് പറയുന്നത് മനുഷ്യ താമസമല്ല, കൊള്ളാവുന്ന സ്ഥലമല്ല, അവിടെ പോകുന്നവരൊക്കെ തിരിച്ചു വന്ന് ചുരുക്കവേ ഉള്ളൂ, അവിടെ വെട്ടും കൊലയും ഒക്കെ ഒത്തിരി നടക്കുന്നു, അതുകൊണ്ട് കൊച്ചിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന വല്ലവരും വെട്ടിക്കൊന്നാൽ പോലും അറിയത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ പിതാവ് പറഞ്ഞു അവരെ വിടുന്നത് ദൈവവേലയ്ക്കായിട്ടാണ്, ദൈവമാണ് അവരെ വിളിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അവരെ നോക്കുന്നത് ദൈവത്തിന്റെ ഉദ്ദേശമാണ്, ദൈവം അവരെ നടത്തിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 1984 ഫെബ്രുവരി 20 എൻ്റെ കല്യാണം കഴിഞ്ഞു. എൻ്റെ കല്യാണം, അവര് CSI കാരായതുകൊണ്ട് CSI പള്ളി വെച്ച് കല്യാണം നടത്താൻ സമ്മതിച്ചില്ല.
മൂലമറ്റം IPC ഹാളിൽ വെച്ചായിരുന്നു എൻ്റെ വിവാഹം നടന്നത്. അവിടുന്ന് വിവാഹം നടന്ന് ഞങ്ങൾ തിരിച്ച് അച്ചാച്ചൻ്റെ വീട്ടിൽ വന്നു. അന്ന് രാത്രി തന്നെ അവിടുന്ന് തിരിച്ചു എൻ്റെ വീട്ടിൽ വന്നു. 2 ദിവസം എൻ്റെ വീട്ടിൽ നിന്ന്, 2 ദിവസം അച്ചാച്ചൻ്റെ വീട്ടിൽ നിന്നു, 4 ദിവസം അങ്ങനെ 2 വീട്ടിലും കൂടെ നിന്നു. 5-ാമത്തെ ദിവസം ഞങ്ങള് തൃശ്ശൂർ നിന്ന് ട്രെയിൻ കയറി ബീഹാറിലേക്ക്. അതിനിടയ്ക്ക് ബീഹാറിൽ നിന്ന് 20 പേര് കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ കൂടെയാണ് ഞങ്ങൾ യാത്രയിൽ തിരിച്ചു വരുന്ന സമയത്ത് അവരൊക്കെ ഉണ്ട് കൂടെ. എനിക്ക് ഹിന്ദി അറിയത്തില്ല, അല്പം തമിഴ് അറിയാം, മലയാളം അറിയാം, ഇച്ചിരി ഇംഗ്ലീഷ് പറയും. എന്നാൽ ഫ്ലുവൻസിലി ആയിട്ട് ഒപ്പം മറുപടി പറയാൻ പറ്റത്തില്ല. സ്വല്പം നിർത്തി അതിന് മറുപടി പറയും. അങ്ങനെ ആയിരുന്നു ഞാൻ പോരുന്ന സമയത്ത്. അപ്പൊ തിരിച്ചു വരുന്ന സമയത്ത് ട്രെയിനിൽ വന്നപ്പം അവര് പറഞ്ഞു, നിങ്ങൾ 2 പേരും ഒന്നിച്ച് ഒരിടത്ത് ഇരിക്കാൻ പാടില്ല, അങ്ങനെ നിയമം ബീഹാറിലില്ല. ബീഹാറിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിച്ച് ഒന്നിച്ച് താമസിക്കണമെങ്കിൽ 6 മാസം കഴിയാതെങ്കിലും നിങ്ങൾക്ക് ഒന്നിച്ച് താമസിക്കാനൊക്കത്തില്ലെന്ന്. എനിക്ക് അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിനാകെ പ്രയാസമായി. ഒന്നാമത്തെ ഭാഷ അറിയത്തില്ല, ആരോടും ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള ആ ഒരു പ്രയാസത്തിൽ കൂടെ യാത്ര ചെയ്തു പോന്നു. അത് 1 ദിവസം കഴിഞ്ഞു. 2-ാമത്തെ ദിവസം ഉച്ചയായപ്പോൾ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് വിശക്കുന്ന എന്തെങ്കിലും വാങ്ങിച്ചു തരാൻ പറഞ്ഞു. നേരം പറഞ്ഞ് കയ്യിലുള്ളത് എടുത്ത് കഴിക്കുക, അത് കഴിഞ്ഞിട്ട് വൈകിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇത്രയും ചോദിച്ചപ്പോഴത്തേന് അവർ എന്നോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. നിന്നോട് പറഞ്ഞില്ലായിരുന്നോ 6 മാസം കഴിയാതെ സംസാരിക്കാൻ? ഞാൻ പറഞ്ഞ്, അന്നേരം അച്ചാച്ചൻ പറഞ്ഞു, സംസാരിക്കരുതെന്ന് നിങ്ങൾ പറഞ്ഞ വിശന്നിരും ദാഹിച്ചു ഇരിക്കുമ്പോ ആരോടാ ചോദിക്കുന്നത്? അവർക്ക് ഹിന്ദി അറിയത്തില്ല, നിങ്ങൾക്കോട്ട് മലയാളം അറിയത്തില്ല, പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഒരു വിധത്തില് ബീഹാറിൽ വന്നിറങ്ങി. അതോ മെയ് മാസത്തില്, അതുണ്ട് ഫെബ്രുവരി 25-ാം തീയതി അവിടുന്ന് തിരിച്ചിട്ട് മെയ് 3-ാം തീയതിയാണ് ഞങ്ങള് ബീഹാറിലെത്തുന്നത്. മെയ് 3-ാം തീയതി ബീഹാറിലെത്തിയപ്പോഴത്തേനും സഹിക്കാൻ വയ്യാത്ത ചൂട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ചൂട് അനുഭവിക്കുന്നത്. ഒരു വിധത്തിലൊക്കെ കഴിച്ചുകൂട്ടി ആ മെയ് മാസത്തിൽ തന്നെ ഞങ്ങളെ അവിടുന്ന്, ഇനിയാണ് എൻ്റെ ജീവിതത്തിന്റെ തുടക്കങ്ങള്. അവിടുന്ന് ഞങ്ങളുടെ ഡയറക്ടർ പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്ത്, നിനക്ക് ഹിന്ദി പഠിക്കണ്ടേ, അതുകൊണ്ട് നമുക്കൊരു ഓർഫനേജ് ഉണ്ട്, അവിടെ പോയി 6 മാസം നിൽക്കുക. 6 മാസം കൊണ്ട് കുഞ്ഞുങ്ങളുടെ കൂടെ നിന്ന് കഴിയുമ്പോൾ നിനക്ക് ഹിന്ദി പഠിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഞങ്ങളെ 2 പേരെയും കൂടെ ആ സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു. ആ സ്ഥലത്ത് ഞങ്ങൾ 6 മാസം, ഞാൻ 6 മാസം കുഞ്ഞുങ്ങളുടെ കൂടെ നിന്ന്, അതായത് 3 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളാണ്. അവരെ രാവിലെ സ്കൂളിൽ ഒരുക്കി വിടണം, അവരെ കുളിപ്പിക്കണം, കൊച്ചു കുഞ്ഞുങ്ങളെ കുളിപ്പിക്കണം. വലിയവർ തന്നെ കുളിച്ചോളും. പിന്നെ അവർക്ക് ആഹാരം ഉണ്ടാക്കണം, അവർക്ക് റെഡിയാക്കി അവരെ സ്കൂളിൽ വിടണം. ഉച്ചയ്ക്ക് വരുമ്പോഴത്തേനും അവർക്ക് ആഹാരം ഉണ്ടാക്കണം, വൈകിട്ട് ആഹാരം ഉണ്ടാക്കണം. അങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ കൂടെ നിന്ന് 6 മാസം കൊണ്ട് ഞാൻ ഹിന്ദി കംപ്ലീറ്റ് പഠിച്ചു. ദൈവനാമത്തിന് സ്തോത്രം. ഒന്ന് പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കൽക്കരി എന്ന് പറയുന്ന സാധനം കത്തിക്കാൻ പഠിക്കുന്നത്. ഞാൻ കണ്ടിട്ടുമില്ല, കത്തിച്ചിട്ടുമില്ല. 1 പ്രാവശ്യം ഇട്ടാൽ കത്തത്തില്ല, 2 പ്രാവശ്യം ഇട്ടാൽ കത്തത്തില്ല, 3 പ്രാവശ്യം ഇട്ട്, ചില സമയത്ത് 4 പ്രാവശ്യം അത് വിറകിട്ട് കത്തിച്ചെങ്കിലേ കത്തുപിടിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ കത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് 3 പ്രാവശ്യം ഇട്ടിട്ടും കത്തിയില്ല. അപ്പൊ ഞങ്ങളെ അവിടെ നിർത്തിയിരിക്കുന്നിടത്ത് പാസ്റ്റർ ദേഷ്യപ്പെട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് അവിടെ കിടന്ന ഒരു കമ്പെടുത്ത് എനിക്കിട്ട് ഒറ്റ അടി. നിനക്ക് ഇതുവരെ അത് കത്തിക്കാൻ അറിയത്തില്ലേ എന്ന് ചോദിച്ചിട്ട്, അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് കത്തിക്കാൻ അറിയത്തില്ല, ഞാൻ എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു. അങ്ങനെ കർത്താവ് ആ കൽക്കരി കത്തിക്കാൻ എന്നെ പഠിപ്പിച്ചു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്ത ജോലിയാണ്. ദൈവം എന്നെ സഹായിച്ചു, ദൈവം എന്നെ വഴി നടത്തി. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അങ്ങനെ 6 മാസം ആ കുഞ്ഞുങ്ങളുടെ കൂടെ നിന്ന്, പക്ഷെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനൊരു മീറ്റിംഗ്. അങ്ങനെ ആ 6 മാസം കൊണ്ട് ഞാൻ എൻ്റെ ഹിന്ദി കംപ്ലീറ്റ് പഠിച്ചെടുത്തു. ആ കുഞ്ഞുങ്ങളുടെ കൂടെ നിന്ന് ആ കുഞ്ഞുങ്ങളെ വളർത്തി, അവർക്ക് സമയത്തിന് ആഹാരം, ഭക്ഷണം എല്ലാം ഉണ്ടാക്കി കൊടുത്തു. ആ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടു. അങ്ങനെ ഞാൻ 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ചാച്ചനെ അതിനിടയ്ക്ക് അവര് ഗ്രാമങ്ങളിൽ പറഞ്ഞയക്കും. നീ ഗ്രാമത്തിൽ ഗ്രാമത്തിൽ പോയിട്ട് നിന്റെ കാര്യങ്ങൾ നോക്ക്, ഫീൽഡ് വേല
നോക്കാൻ പറഞ്ഞ അച്ചാച്ചനെ പറഞ്ഞു വിടുമായിരുന്നു. അച്ചാച്ചനെ പറഞ്ഞു വിട്ടിട്ട് രാത്രി കാലങ്ങളിൽ ഇയാൾ എൻ്റെ റൂമിൻ്റെ വാതിലിൽ വന്ന് കൊട്ടുകയോ എന്നെ ശല്യം ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ അവിടുന്ന് അച്ചാച്ചൻ വന്നപ്പം പറഞ്ഞു, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, എന്നെ വീട്ടിൽ കൊണ്ടുവിട്. എൻ്റെ ജീവിതത്തിൽ പലവിധമായ ദ്രോഹങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വരുന്നത് എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവിടുന്ന് ഞങ്ങൾ 6 മാസം തികഞ്ഞ അന്ന് ഞങ്ങൾ ഓഫീസിൽ തിരിച്ചു പോയി. ഓഫീസിൽ ചെന്ന് ഡയറക്ടറോട് പറഞ്ഞു, ഇന്ന പോലെയാണ് കാര്യം, ഞാൻ അവിടെ നിൽക്കത്തില്ല, എനിക്കതിന് പറ്റത്തില്ല, അയാൾക്ക് ഭാര്യയുണ്ട്, മക്കളുമുണ്ട്, എന്നിട്ടും നമ്മളെ ശല്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, അവിടുത്തെ ജോലി നിർത്തിയിട്ട് ഇനി നിങ്ങൾക്ക് ഞാനൊരു ഫീൽഡ് തരാം, ആ ഫീൽഡിൽ പോയി ജോലി ചെയ്ത ചർച്ച നടത്തിയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഔറംഗാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചർച്ച് ഞങ്ങൾക്ക് തന്നു. വർഷങ്ങളായിട്ട് അടഞ്ഞു കിടന്ന ചർച്ചാണത്. ഒരു ശ്മശാനത്തിന്റെ നടുവിലാണ് ആ ചർച്ച് പണിതിരിക്കുന്നത്. നമ്മളൊരു തൂമ്പ എടുത്ത് കൊത്തിയാല് കിട്ടുന്നത് മുഴുവനും എല്ല് കഷ്ണങ്ങളാണ്. അങ്ങനെയുള്ള ആ അസ്ഥികൂടത്തിന്റെ ഇടയ്ക്കാണ് ആ ചർച്ച്. അവിടെയാണ് ഞങ്ങളെ ആക്കിയിരിക്കുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ, അതായത് 15 ദിവസം കൂടുമ്പോൾ അച്ചാച്ചൻ ഫീൽഡുകളിൽ പോകും. ഞാൻ തന്നെയാണ് അവിടെ താമസിക്കുന്നത്. ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളൊന്നുമില്ല. എന്നോട് പറഞ്ഞ് 2 വർഷത്തേക്ക് നമുക്ക് കുഞ്ഞുങ്ങൾ വേണ്ട, ആൾക്കാരുമായിട്ട് പരിചയപ്പെടണം, ഭാഷ പഠിക്കണം, ഇവിടുത്തെ കാലാവസ്ഥ ശരീരത്തിന് പിടിക്കണം, അതിനു മുമ്പും കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. ഞാനും അതിന് സമ്മതിച്ചു. അങ്ങനെ 6 മാസം കഴിഞ്ഞ് ഔറംഗാബാദിൽ ചെന്ന് അവിടെ ആദ്യത്തെ ഞായറാഴ്ച ആരാധനയ്ക്ക് നോക്കിയപ്പോൾ 5 പേരേ ഉള്ളൂ. കയ്യേലെണ്ണിയാൽ 5 പേര്, വേറെ ആരുമില്ല ആരാധനയ്ക്ക്. ആ 5 പേരുമായിട്ട് ആരാധന നടത്തി. പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ ആ ചർച്ചിന്റെ ചുറ്റുപുറത്തുള്ള ഓരോ വീടുകളിലും കയറി ഇറങ്ങി അവരുമായിട്ട് സുവിശേഷം പറഞ്ഞു, അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ അനേകർ കടന്നു വരുവാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ അടുത്തായിരുന്ന സമയത്ത് കർത്താവ് അവിടെ ഒരു അത്ഭുതം ചെയ്തു. ഒരു ദിവസം കുഞ്ഞുങ്ങൾക്ക് ആഹാരം വെക്കാൻ നോക്കിയപ്പോൾ അരിയില്ല. 25 കുഞ്ഞുങ്ങളുണ്ട്. അവര് സ്കൂളിൽ പോയി. രാവിലെ കടല കറി വെച്ച് ഇച്ചിരി റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി അത് കൊടുത്ത് കുഞ്ഞുങ്ങളെ പറഞ്ഞു വിട്ടു. ഉച്ചയ്ക്ക് ആഹാരത്തിന് അരിയില്ല. അപ്പൊ ഞാൻ എപ്പോഴും ഈ അരി ഇടുമ്പം നമ്മുടെ നാട്ടിലെ ചർച്ചിലൊക്കെ പിടിയരി കൊടുക്കുമല്ലോ, ആ ഒരു ശീലം ഉള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും അരി ഇട്ടാലും ഒരുപടി അരി വാരി വെക്കുക പതിവായിരുന്നു. എന്നാൽ അച്ചാച്ചൻ എന്നോട് ചോദിച്ചു, നീ പിടിയരി വാരി വെച്ചിട്ടില്ല, അത് എത്രയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അത് കൂടിപ്പോയ ഒരു 2 കിലോ കാണും, അതിൽ കൂടുതലൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അത് ഞാൻ എടുത്തു, അളന്നു നോക്കിയപ്പോൾ 2 കിലോയേ ഉള്ളൂ. എന്നോട് പറഞ്ഞ്, കുഞ്ഞുങ്ങൾക്ക് സാധാരണ ആഹാരം വെക്കുന്ന ആ പാത്രത്തിൽ തന്നെ നീ വെള്ളം അടുപ്പത്ത് വെക്കുക, വെള്ളം ചൂടാവുമ്പോൾ എന്നോട് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ 2 കിലോ അരി വേവാൻ ഇത്രയും വലിയ പാത്രം എന്തിനാ വെക്കുന്നതെന്ന് ചോദിച്ചു. എന്നോട് എന്നാലും ചോദിച്ചു, നിനക്ക് എന്നാ വിശ്വാസമില്ലേ പ്രാർത്ഥനയില്? ഇത്രയും അത്ഭുതകരമായിട്ട് കർത്താവ് ഓരോ കാര്യങ്ങൾ നടത്തുന്നില്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞുണ്ട്, അതിനെന്നാ, എന്നാ അതുപോലെ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ആ വലിയ പാത്രത്തില് ഡെയിലി കുഞ്ഞുങ്ങൾക്ക് അരി ഇടുന്ന പാത്രത്തിനകത്ത് തന്നെ ആ വെള്ളം അടുപ്പിൽ വെച്ചു. ആ വെള്ളം തിളച്ചു. ഞാൻ ആ അരി എടുത്ത് കഴുകി, ഞങ്ങൾ 2 പേരും കൂടെ ആ അരി എടുത്ത് കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ 25 കുഞ്ഞുങ്ങളെ നോക്കാൻ കർത്താവ് തങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് പട്ടിണി വരാതെ ഞങ്ങൾക്ക് അടുത്ത പൈസ വരുന്നിടം വരെ, 2 ദിവസം കഴിയുമ്പോൾ പൈസ വരും, കുഞ്ഞുങ്ങളുടെ സപ്പോർട്ട്, അതുവരെ ഇതുകളെ പോറ്റി പുലർത്താനുള്ള ചെലവ് നടക്കണമല്ലോ, അതിന് കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ അരി അടുപ്പയിലിട്ടു. അരി പകുതി തിളച്ചു വന്നപ്പോഴത്തേനും ആ പാത്രം നിറഞ്ഞു. അത് വേറൊരു പാത്രത്തിൽ മാറ്റി വേറെ അടുപ്പിൽ വെച്ചു. അത് കഴിഞ്ഞ് പിന്നെയും ആ പാത്രം നിറഞ്ഞു വരിക. അങ്ങനെ ആ പാത്രത്തിൽ നിന്നുള്ള ആ 2 കിലോ അരി ഞാന് 4 പാത്രത്തിൽ വേവിച്ചെടുത്തു. ദൈവനാമത്തിന് സ്തോത്രം. കർത്താവ് അവിടെ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചെന്ന് പറഞ്ഞതുപോലെ കർത്താവ് ആ 25 കുഞ്ഞുങ്ങൾക്ക് അന്ന് ഉച്ചത്തെ ആഹാരം കൊടുത്തു, വൈകിട്ടത്തെ ആഹാരം കൊടുത്തു, പിറ്റേ ദിവസം രാവിലെ കൊടുത്തു, ഉച്ചയ്ക്ക് കൊടുത്തു, വൈകിട്ട് കൊടുത്തു. ആ 2 ദിവസം ആ കുഞ്ഞുങ്ങൾ ആ ആഹാരം കൊണ്ട് കഴിച്ചു കൂട്ടി. അപ്പൊ അവര് വന്നപ്പം ഞങ്ങളോട് ചോദിച്ചു, അങ്കിളെ ആന്റി, ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ആഹാരമില്ലല്ലോ, നമുക്ക് പ്രാർത്ഥനയല്ലേ, ഇന്ന് ഫാസ്റ്റിംഗ് പ്രയർ അല്ലേ, വെള്ളിയാഴ്ച അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ പ്രാർത്ഥിക്കണം മക്കളെ, പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലത്തെ കടല കറി വെച്ചതിരിപ്പുണ്ട്, വേറെ ഒന്നുമില്ല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട്. അവിടുന്ന് ഞങ്ങള് പായെടുത്തിട്ട് വിരിച്ചിട്ട് ഞങ്ങള് കുഞ്ഞുങ്ങളെ കൂട്ടിയിരുന്ന് പ്രാർത്ഥിച്ച് 4 മണി ആയപ്പം പ്രാർത്ഥന തീർന്നു. ആമേൻ പറഞ്ഞ് ഞങ്ങൾ എഴുന്നേറ്റ്
ഞാൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, കുഞ്ഞുങ്ങളോട് കൈ കഴുകിയേച്ച് വന്നിരിക്കാൻ പറ, അവർക്ക് ആഹാരം കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരു കൈ കഴുകിയേച്ച് വന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്നു. ഞാൻ പാത്രം എല്ലാം എടുത്തു വെച്ചു. അന്നേരം അവരെന്നോട് ചോദിച്ചു, ആൻറ്റി നമുക്ക് അതിന് ആഹാരം എവിടുന്നാ, നമ്മുടെ കയ്യിൽ അരിയൊന്നും ഇല്ലായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു, കർത്താവ് തന്നു. ഇത്ര നേരം നമ്മൾ ദൈവത്തെ വിളിക്കുകയല്ലായിരുന്നോ? ദൈവം നമുക്ക് വേണ്ടത് തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞ് അവർക്ക് ആഹാരം കൊടുത്തു. അവർ സംതൃപ്തിയായിട്ട് കഴിച്ചു. അതിനുശേഷമാണ് ഞങ്ങൾ അവിടുന്ന് പോരുന്നത്. അവിടുന്ന് പോകുന്ന ഔറംഗാബാദിൽ വന്ന് ഞങ്ങളുടെ വേല മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ഗ്രാമങ്ങളിൽ പോയി ഓരോ വീടുകളിൽ സന്ദർശിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ദൈവം ആത്മാക്കളെ തന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ ആ ചർച്ചിൽ 100 പേരോളം ആരാധനയ്ക്ക് വരുവാൻ തുടങ്ങി. ആ മാസത്തിന്റെ ലാസ്റ്റ് ആഴ്ചയിൽ ഞായറാഴ്ച ഞങ്ങളുടെ ഡയറക്ടർ ഇവരുടെ വേല എങ്ങനെയുണ്ട്, ഇവരെന്താ അവിടെ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഞങ്ങൾ ആരാധന തുടങ്ങിയായിരുന്നു. പാട്ട് കഴിഞ്ഞു, സങ്കീർത്തന വായനയുടെ സമയത്താണ് ഞങ്ങളുടെ ഡയറക്ടർ കയറി വരുന്നത്. പുള്ളി വന്നപ്പോൾ ചർച്ച് നിറച്ച ആളാണ്. പുള്ളി വന്നു, ഞങ്ങനെ പുള്ളിയെ ഇരുത്തി പുൾപ്പീറ്റിൽ കയറ്റി ഇരുത്തി. ഞാൻ പറഞ്ഞ വയ്യ, ഇന്നൊരു കാര്യം ചെയ്യും, വചനത്തിൽ നിന്ന് അങ്കിള് സംസാരിച്ചോളാൻ പറഞ്ഞു. അന്നേരം എന്നോട് പറഞ്ഞ്, വചനത്തിൽ നിന്ന് സംസാരിക്കേണ്ടത് ഞാനല്ല, നിങ്ങളുടെ ചർച്ചാണത്, നിങ്ങളാണ് ക്രമീകരിക്കേണ്ടത്. ഇന്ന് വചനം സൂസൻ തന്നെ സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ്, ഞാൻ തയ്യാറായില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ്, തയ്യാറാകണ്ട, കർത്താവ് തരുന്നത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാന് സങ്കീർത്തന വായന കഴിഞ്ഞു, സാക്ഷ്യത്തിന്റെ സമയം കഴിഞ്ഞു, സ്വോത്രകാഴ്ച എടുത്തു. അത് കഴിഞ്ഞ് വചനത്തിന് ദൈവസന്നിധിയിൽ ഞാൻ എഴുന്നേറ്റ് നിന്നു. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ ഇരിക്കുന്ന ജനങ്ങൾക്ക് ഞാൻ എന്ത് കൊടുക്കും, എന്ത് വിളമ്പി കൊടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ടതായ ഭക്ഷണം നീ എനിക്ക് തരണമേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവ് എനിക്ക് ആ വന്നിരുന്ന ആത്മാക്കൾക്ക് കൊടുക്കേണ്ടതായ വചനം കർത്താവ് എനിക്ക് തന്നു. ഞാൻ 1.5 മണിക്കൂർ വചനത്തിൽ നിന്ന് സംസാരിച്ചു. ഞങ്ങളുടെ 12 മണിയാകുമ്പോൾ തീരേണ്ട ആരാധന തീർന്നപ്പോൾ മണി 1:30 അവിടുന്ന് ആരാധന കഴിഞ്ഞു, എല്ലാവരും പോയി സന്തോഷമായി. ലാസ്റ്റ് ഡയറക്ടർ വിളിച്ചു പറഞ്ഞു, ഇന്നത്തെ ആരാധന വളരെ അനുഗ്രഹമായിരുന്നു, നീ ഇത്രയും പറയുമെന്നുള്ളത് ഞാൻ ചിന്തിച്ചില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനല്ല പറഞ്ഞു, ദൈവം എന്നെ കൊണ്ട് പറയിപ്പിച്ചതാന്ന് പറഞ്ഞു. ദൈവനാമത്തിന് സ്തോത്രം. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങള് അന്നേരം ഡയറക്ടർ പോകുന്നതിന് മുമ്പ് പറഞ്ഞ്, ഒരു കാര്യം ചെയ്യും, ഇവിടെ ഒരു ഓർഫനേജിന് വേണ്ടിയിട്ട് ഉള്ള പ്ലാൻ തയ്യാറാക്കുക, ഗ്രാമങ്ങളിൽ പോയി കുഞ്ഞുങ്ങൾ എവിടെയാ ഉള്ളതെന്നുള്ള അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇതുപോലെ ഗ്രാമത്തിൽ പിറ്റേ ദിവസം ഗ്രാമത്തിൽ പോയി. ഗ്രാമത്തിൽ ചെന്ന് ഇങ്ങനെ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പം അവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ ഞങ്ങളെ തല്ലിക്കൊല്ലാനായിട്ട് ഓടി. അവർ പറഞ്ഞ്, ഇവർ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് അവരുടെ കണ്ണും കാലും കരളും ഒക്കെ എടുത്ത് കിഡ്നിയും ഒക്കെ എടുത്ത് വിറ്റ് കാശ് സമ്പാദിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന ജാസൂസ, ഇവരെ ഇവിടെ നിർത്താനൊക്കത്തില്ല, ഇവരെ വെടിവെക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് ഞങ്ങളെ വട്ടമിട്ട് കയറി പിടിച്ച് ഞങ്ങളെ അവരുടെ ഒരു വീടിന്റെ മുറ്റത്ത് കൊണ്ട് ഒരു 2 കസേര എടുത്തിട്ട് ആ കസേരയിൽ ഇരുത്തിയിട്ട് ഞങ്ങളെ 2 പേരും കയറുകൊണ്ട് വരിഞ്ഞ് കെട്ടി. ഞങ്ങൾക്ക് അനങ്ങാനും പറ്റുകയില്ല, ഒന്നും മിണ്ടാനും പറ്റുകയില്ല. ആ രീതിയിലായി. ചുറ്റുപുറത്തുള്ള ആൾക്കാരെല്ലാം കൂടി. ആ സമയത്ത് അന്നേരം തന്നെ ഏതാണ്ട് 11-11:30 മണി സമയമായി. അങ്ങനെ സമയത്ത് ഒരു മിലിറ്ററിക്കാരൻ അതുവഴി, ഒരു പ്രായമായ അപ്പച്ചൻ, മിലിറ്ററിയിൽ ജോലി കഴിഞ്ഞ് റിട്ടയർഡായ പുള്ളിയാണ്. ആ പുള്ളി വന്നു. ആ വഴിക്ക് കൂടെ കടന്നു വന്നപ്പോൾ ഈ വീടിന്റെ മുറ്റത്തെ ആൾക്കൂട്ടം കണ്ട് ആ മനുഷ്യൻ കയറി വന്ന് ചോദിച്ചു, എന്താ സംഭവം എന്ന് ചോദിച്ചു. അന്നേരം ഞങ്ങളെ പിടിച്ചു കെട്ടിയ ആള് പറഞ്ഞു, ഇവര് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് അവരുടെ കണ്ണും കളഞ്ഞ് കുഞ്ഞുങ്ങളുടെ കിഡ്നിയൊക്കെ എടുത്ത് വിൽക്കാൻ വേണ്ടിയിട്ട് വന്നവരാണ്. കുഞ്ഞുങ്ങളെ അനാഥ കുഞ്ഞുങ്ങളെ അന്വേഷിച്ച് വന്നതാന്ന് പറഞ്ഞു. അന്നേരം ആദ്യം ആ പാപ്പൻ പറഞ്ഞ് അവരുടെ കെട്ടഴിക്കാൻ പറഞ്ഞു. അവർ കെട്ടഴിച്ചു. അഴിച്ചതിന് ശേഷം ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ വന്നതെന്ന് ചോദിച്ചു. അന്നേരം ഞങ്ങൾ പറഞ്ഞു, ഇന്നതുപോലെ അങ്കിളെ, ഞങ്ങള് അപ്പനും അമ്മയും ഇല്ലാത്ത കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് അവരെ പഠിപ്പിച്ച് വളർത്തി ഒന്നുകിൽ അവർക്ക് നല്ല ജോലിയാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ച് അവരുടെ വീടുകളിലേക്ക് തിരിച്ചു വിടുക, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിച്ചു. അന്നേരം ആ അപ്പച്ചൻ ചോദിച്ചു, നിങ്ങളുടെ വീട് എവിടെയാന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ വീട് കേരളത്തിലാണ്, ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്നവരാന്ന് പറഞ്ഞു. അന്നേരം ആ അപ്പച്ചൻ പറഞ്ഞു, കേരളത്തിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് അറിയത്തില്ലടാ, അവരെ പോലെ സത്യസന്ധതയുള്ളവരും മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്നവരുമായ ആൾക്കാരെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, അവരെ അഴിച്ചുവിടാൻ പറഞ്ഞു.
ഞങ്ങളെ അങ്ങനെ അവിടുന്ന് അഴിച്ച് പുള്ളിയുടെ ആ അപ്പച്ചന്റെ വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങളെ അവിടെ ഇരുത്തി അന്ന് ഉച്ചത്തെ ആഹാരം തന്നു. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളെ അവിടുന്ന് പറഞ്ഞു വിട്ടപ്പം വിട്ട സമയത്ത് പറഞ്ഞു, 15 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ നിങ്ങൾക്ക് 25 കുഞ്ഞുങ്ങളെ കൊണ്ട് തരാം, അതിന് വേണ്ട ക്രമീകരണങ്ങൾ നിങ്ങൾ ചെയ്തോളാം പറഞ്ഞു. ഞങ്ങള് വീട്ടിൽ വന്നു ദൈവത്തോട് പ്രാർത്ഥിച്ചു. കാരണം ആ അപ്പച്ചൻ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അന്ന് അവിടെ മരണമടഞ്ഞേനെയായിരുന്നു. ആ സ്ഥിതിയിലാണ് അവിടുത്തെ ആൾക്കാർ ഞങ്ങളോട് പെരുമാറിയത്. ദൈവനാമത്തിന് സ്തോത്രം. ദൈവം തന്റെ മക്കളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് എപ്പോഴും കൂടെ ഉള്ളവനെന്നുള്ളത് മനസ്സിലാക്കുവാൻ സഹായിച്ചു. ദൈവം അവിടുന്ന് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. 15 ദിവസം കഴിഞ്ഞപ്പം ആ അപ്പച്ചൻ കുഞ്ഞുങ്ങളുമായിട്ട് വന്നു, ഞങ്ങളെ കൊണ്ടേൽപ്പിച്ചു. ഓരോ കുഞ്ഞുങ്ങളുടെ പേരും അവരുടെ മാതാപിതാക്കളുടെ പേരും അവരുടെ സ്ഥലത്തെ അഡ്രസ്സും ഒക്കെ എഴുതി വാങ്ങിച്ചു. അങ്ങനെ പിന്നെ ഓഫീസിൽ വിളിച്ചറിയിച്ചു. ആ ഓഫീസിൽ നിന്ന് എല്ലാവരും വന്ന് കണ്ടു. കുഞ്ഞുങ്ങൾക്കുള്ള താമസ സൗകര്യങ്ങളെല്ലാം റെഡിയാക്കി. അങ്ങനെ ആ കുഞ്ഞുങ്ങളെ ഏണ്ട് നോക്കി 84 മുതൽ 90 വരെ ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു. ആ 90ാമത്തെ വർഷത്തിൽ 1990, അതായത് അവിടുത്തെ ചർച്ച് വളർന്നു. ചർച്ചിൽ ആ സമയത്ത് ഏതാണ്ട് 200-250 വിശ്വാസികളായി. ഓർഫണേജായി, ഒരു തയ്യൽ സ്കൂളായി. അവിടെ ഞാൻ തയ്യൽ പഠിച്ചിരുന്നതുകൊണ്ട് ഞാൻ തയ്യൽ പഠിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു തയ്യൽ സ്കൂളുമായി. ഈ തയ്യൽ സ്കൂൾ കാരണം ഗ്രാമങ്ങളിലൊക്കെ പോകാനും ഓരോ വീടുകളിൽ കയറി ഇറങ്ങാനൊക്കെ സൗകര്യം കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾക്ക് വിശ്വാസികൾ കൂടിയത്. അപ്പൊ ആ തയ്യൽ സ്കൂളുമായി, അനാഥാലയമായി, ചർച്ചിലെ വിശ്വാസികളും കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഡയറക്ടർ ഒരു ദിവസം വന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടുന്ന് സ്ഥലമാറ്റമാണ്, ഇന്നടത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ സ്ഥലത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവിടെ ഒന്നുമില്ല, താമസ സൗകര്യം വരെയും ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ഞങ്ങളെ പറഞ്ഞു വിട്ടത്. ഞങ്ങൾ പോയി അവിടുന്ന് സ്ഥലം മാറി ഞങ്ങൾ പോയി 90. അതിനിടയ്ക്ക് 86 എനിക്കൊരു മോളുണ്ടായി. അവളുടെ പേര് ഷീബ എന്നാണ്. അവളെയും ആ കുഞ്ഞിനെയും കുട്ടിയാണ് ഞങ്ങൾ അവിടുന്ന് മാറുന്നത്. അവിടുന്ന് മാറി ആ ചെന്ന ഫീൽഡില് ഞങ്ങൾക്ക് താമസ സൗകര്യം തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ് കിട്ടിയത്. അതോ കിട്ടിയതും ഒരു റൂമുള്ള ഒരു ഓല വീട് കിട്ടി. അതായത് ഈ നമ്മുടെ നാട്ടിലെ പനയുടെ ഓല കൊണ്ട് മറച്ചു കെട്ടിയ ഒരു വീടാണ് കിട്ടിയത്. അതിനകത്ത് താഴെ കടന്നു കഴിഞ്ഞാൽ പാമ്പോ പറകാലിയോ കയറിയാ നമ്മൾ അറിയത്തില്ല. ഒരു കട്ടില് പോലും ഇല്ല കിടക്കാൻ. ആ സ്ഥിതിയിൽ ഞങ്ങൾ അവിടെ ചെന്നു. ഞങ്ങൾ കച്ചി വാങ്ങിച്ചു കൊണ്ടുവന്ന് നിലത്ത് വിരിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ ബെഡ്ഷീറ്റ് ഇട്ടിട്ടാണ് ഞാനും ഈ കുഞ്ഞും ഞങ്ങൾ ഉറങ്ങിയത്. രാത്രിയിൽ എനിക്ക് കിടന്നാൽ ഉറക്കമില്ല. എനിക്ക് പേടിയാ, കൊച്ചു കുഞ്ഞല്ലേ, കുഞ്ഞിന്റെ ചെവിയിൽ പഴുതാര കയറുമോ, എന്നെ പാമ്പ് വല്ലതും കയറി വരുമോ എന്നുള്ള പേടി. അതുകൊണ്ട് ഞാൻ വിളക്കും കത്തിച്ചു വെച്ച് രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് നേരം വെളുപ്പിച്ച സമയങ്ങളുണ്ട്. അങ്ങനെ ഒരു മാസം ആ ഒരു മുറിയിൽ ഞങ്ങൾ ജീവിച്ചു. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു വീട് കിട്ടി. അത് പിന്നെ ഏതായാലും നല്ലൊരു മുറിയായിരുന്നു. അതിനകത്ത് ഞങ്ങൾ താമസമാക്കി. അങ്ങനെ അവിടെ നിന്ന് ഗ്രാമങ്ങളിലൊക്കെ പോയി വേല ചെയ്ത് അവിടെ ഞങ്ങളൊരു ചെറിയ സ്കൂള് തുടങ്ങി. ആ സ്കൂള് തുടങ്ങിക്കഴിഞ്ഞപ്പം ഒത്തിരിയും പേര് വരാൻ തുടങ്ങി. ഏതാണ്ട് ഒരു 400-450 കുഞ്ഞുങ്ങൾ ആ സ്കൂളിൽ വരാൻ തുടങ്ങി. അവരുടെയൊക്കെ കുടുംബങ്ങളിൽ കടന്നു പോകുവാനും അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനും. അങ്ങനെ ആ സ്കൂളിൽ തന്നെ ഞങ്ങൾ ആരാധന ആരംഭിച്ചു. ആരാധന നടന്ന ആരാധനയിൽ 300 പേര് 350 പേരൊക്കെ ആരാധനയ്ക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ആ ആരാധന 90 മുതൽ 95 വരെ നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോയി. ആ സ്കൂള് നല്ല സുന്ദരമായിട്ട് ഓടി. അതിൻ്റെ കൂടെ 2 മണിക്കൂർ തയ്യലും പഠിപ്പിച്ചുമായിരുന്നു. വരുന്ന കുഞ്ഞുങ്ങൾക്ക് സൺഡേ സ്കൂള്, അതുപോലെ VBS ഇതെല്ലാം നടത്തി നല്ല ഭംഗിയായിട്ട് കർത്താവ് ഞങ്ങളുടെ വേലയെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ 95 ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടുന്ന് സ്ഥലം മാറ്റോ, വേറെ ഒരു ഫീൽഡ് നിങ്ങൾക്ക് വേണ്ടി കണ്ടിട്ടുണ്ട്, അവിടെ പോകണമെന്ന് പറഞ്ഞു. ഞാനെന്നാരാ ചാച്ചനോട് പറഞ്ഞാ, എവിടെയെങ്കിലും ചെന്ന് നിന്ന് നമ്മൾ എന്തേലും ഒന്ന് ചെയ്ത് ഒന്ന് പച്ച പിടിച്ച് വരുമ്പോൾ നമ്മളെ ഒന്നുമില്ലാത്തടത്തേക്ക് എടുത്തിടുകയല്ലേ, നമ്മുടെ ജീവിതം എന്തിനാ നമ്മളിങ്ങനെ കളയുന്നേ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ്, പോട്ടെ, സാരമില്ല, നമ്മൾ ദൈവത്തിനായിട്ടല്ലേ ചെയ്യുന്നത്, ദൈവം സകലം അറിയുന്നുണ്ട്, ദൈവം നമുക്ക് വേണ്ടി നന്മയ്ക്കായിട്ടാണ് എല്ലാം ചെയ്യുന്നത്, അങ്ങനെ കരുതിയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ മുൻപോട്ട് പോയി. അതിനിടയ്ക്ക് ഒരു മോനും കൂടെ ഉണ്ടായി. അവൻ്റെ പേര് ഗ്ലാഡ്സൺ എന്നാണ്.
അങ്ങനെ എനിക്ക് ദൈവം തമ്പുരാൻ 4 കുഞ്ഞുങ്ങളെ തന്നു. മൂത്ത മോൾ ഷീബ, രണ്ടാമത്തെ മോൻ ഗ്ലാഡ്സൺ, മൂന്നാമത്തെ മോൻ ബ്ലസൻ, ഏറ്റവും ഇളയ മോന്റെ പേര് ഗ്രേസൺ. അങ്ങനെ 4 മക്കളെ ദൈവം എനിക്ക് തന്നു. ആ കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ ദൈവസന്നിധിയില് പ്രാർത്ഥിച്ചും കുഞ്ഞുങ്ങളെ വളർത്തിയും ഒക്കെ നടന്നു. അങ്ങനെ ഞങ്ങൾക്ക് അവിടുന്ന് 95 ഒരു മാറ്റം കിട്ടി. ആ മാറ്റം കിട്ടി ഞങ്ങൾ വന്ന ഫീൽഡിലും ഇതുപോലെ തന്നെ ഒന്നുമില്ലാത്ത ഒരു സ്ഥാനത്ത് കൊണ്ടുവന്ന് ഞങ്ങളെ ഇട്ടു. അതായത് ചുടുകാട്ടിൽ കൊണ്ടിടുന്നത് പോലെ ഞങ്ങളെ കൊണ്ട് അവിടെ വലിച്ചെറിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് പ്രവർത്തിച്ചു. ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ സ്കൂള് അടഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അവര് മരിച്ചു പോയതോടുകൂടെ സ്കൂൾ അടച്ചിട്ട് പോയി. ആ സ്കൂള് ഞങ്ങൾ ചെന്ന് കണ്ടു. ആ സ്കൂള് വീണ്ടും ഞങ്ങൾ അവരെ കൊണ്ട് പറഞ്ഞ് തുറപ്പിച്ച് അവിടെ സ്കൂള് തുടങ്ങി. അവിടെ സ്കൂളില് കുഞ്ഞുങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ ആ സ്കൂള് മുൻപോട്ട് കൊണ്ടുപോയി. അവിടെ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ തന്നെ ആരാധന തുടങ്ങി. അങ്ങനെ 95 മുതൽ അതായത് 95 ഞങ്ങൾ കയറി ആ ഫീൽഡ്. കർത്താവ് വളരെ അനുഗ്രഹമായിട്ട് ഞങ്ങളെ അവിടെ കൊണ്ട് നടത്തി. ആ ഫീൽഡില് ദൈവം ചെയ്യാത്ത അത്ഭുതങ്ങളില്ല. അതായത് ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ തൊട്ടിപ്പുറത്തെ വീട്ടിൽ ഒരു പണ്ഡിജി ഒരു പൂജാരി താമസമുണ്ട്. ആ പൂജാരി മന്ത്രവാദം ചെയ്ത് ഓരോരുത്തർക്ക് കൊടുത്തു വിടുന്ന ചരടും തകിടും ഒക്കെ ഞങ്ങളുടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ അതെല്ലാം അഴിച്ച് വലിച്ചെറിയും. അതവിടെ ആ ഭിത്തിയിലും അവിടെ ഇവിടെ മരങ്ങളിലൊക്കെ തൂങ്ങിക്കിടക്കും. അങ്ങനെയായി ഇയാള് ഞങ്ങളെ അവിടെ നിന്ന് വിടാൻ വേണ്ടിയിട്ട് ഒത്തിരി പണിപ്പെട്ടു നോക്കി. ദൈവം ഞങ്ങളെ അവിടെ നിലനിർത്തി. അങ്ങനെ അവിടെയും ആരാധനകളൊക്കെ നല്ല ഭംഗിയായി നടന്നു. അങ്ങനെ 95 അച്ചാച്ചനൊരു അസുഖം വന്നു. അസുഖം വന്നെന്ന് പറഞ്ഞാൽ അന്ന് ബീഹാറിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിന് വന്നത് അവിടുത്തെ വെള്ളം ശരിയല്ലായിരുന്നു. ആ വെള്ളം കുടിച്ചതോടുകൂടെ വയറ്റിളക്കവും ഛർദിലും ഉണ്ടായി. അച്ചായന്റെ കൂടെ വന്ന അനേക ദൈവദാസന്മാർ മരണം അടയുവാനിടയായി. ഏതായാലും ദൈവത്തിന് സ്തോത്രം. അച്ചായൻ വീട്ടിൽ വന്നപ്പോ അസുഖത്തോടു കൂടെയാണ് കടന്നു വന്ന് ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ചികിത്സയൊക്കെ നടന്നുകൊണ്ടിരുന്നു. എന്നാലും ശരീരത്തിന് വേണ്ടതായ ആരോഗ്യം കിട്ടുന്നില്ല. ഒന്നും കഴിക്കുന്നില്ല. എന്തേലും കഴിച്ചു കഴിഞ്ഞാൽ ഛർദില. അങ്ങനെ വളരെയേറെ ഭാരപ്പെട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ 1995 ജൂലൈ മാസത്തില് ചാച്ചന്റെ അസുഖം കൂടുതലായി. ആരും ഒരു കൈത്താങ്ങലില്ല. രാത്രിയില് ഇതുപോലെ എന്നോട് പറഞ്ഞ്, അന്ന് എൻ്റെ അനിയത്തിയും എൻ്റെ ഇളയ നാത്തൂനും എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ഈ ഇളയ മോനും ഉണ്ട്. ബാക്കി ഇളയ 2 മക്കളും ഉണ്ട്. ബാക്കി 2 മോളും മൂത്ത മോനും അവർ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക. അപ്പൊ ഇവരെ ഉള്ളു ഞങ്ങളുടെ കൂടെ. അപ്പൊ എന്നോട് പറഞ്ഞ്, എനിക്ക് എന്തേലും സംഭവിച്ചു കഴിഞ്ഞാല് ഈ കുഞ്ഞുങ്ങളെ 2 പേരെയും നീ അവരെ വീട്ടിലെത്തിക്കണം, അവരെ വഴിയാധാരം ആക്കരുത് എന്ന് പറഞ്ഞു. കാരണം നമ്മളെ ഏൽപ്പിച്ച് വിട്ടിരിക്കുന്നതാണ്, അതുകൊണ്ട് അവരെ വീട്ടിലെത്തിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അച്ചാച്ചനൊന്നും വരത്തൊന്നുമില്ല, അങ്ങനൊന്നും പറയരുതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് അബോധാവസ്ഥയിലായി. പിന്നെ വിളിച്ചിട്ടും മിണ്ടുന്നില്ല, ഒരനക്കവും ഒന്നുമില്ല. ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ എൻ്റെ കരച്ചിൽ കേട്ടുകൊണ്ട് അപ്പുറത്തുനിന്ന് ആ പൂജാരി ഓടി വന്നു നോക്കിയേച്ച് പറഞ്ഞു, അയ്യോ തീർന്നു പോയല്ലോ, നിങ്ങൾ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു. ഞാൻ അവിടെ കിടന്ന് നിലവിളിച്ച് പടവിളിച്ച് ഞാൻ ആരോട് പറയൂ, ആരെ അയക്കുമോ, ഒന്നും ഒരു പിടി എനിക്ക് കിട്ടുന്നില്ല. അന്ന് ഫോണൊന്നുമില്ല. പിന്നെ ആ പൂജാരി തന്നെ പറഞ്ഞു, ഞങ്ങളുടെ വണ്ടിയുണ്ട്, ആ വണ്ടിക്ക് നിങ്ങൾ ആരെയും പറഞ്ഞു വിടും നിങ്ങളുടെ ഓഫീസിലേക്കെന്ന് പറഞ്ഞു. അവിടുന്ന് ഞാൻ അയാളുടെ മോനെ തന്നെ വിട്ടു. അഡ്രസ്സ് എഴുതി കൊടുത്ത് വിട്ടു. അവർ രാത്രി തന്നെ പോയി. വെളുപ്പിനെ അവിടെ ചെന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞ് വെളുപ്പിനെ തന്നെ അവർ അവിടുന്ന് തിരിച്ചു. ഉച്ചയായപ്പോഴത്തേനും ഞങ്ങൾ താമസിക്കുന്നിടത്ത് വന്നു. അതിനിടയ്ക്ക് വെളുപ്പിന് ഞാനും എൻ്റെ മോനും എൻ്റെ നാത്തൂനും എൻ്റെ അനിയത്തി ഞങ്ങൾ 4 പേരും കൂടെ കൂടി, എൻ്റെ ഇളയ അമ്മക്കൾ 2 പേരും ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ ഇളയ മോൻ, അന്ന് അവന് 3 വയസ്സേ ഉള്ളൂ, ഗ്രേസിന്, അവന് പപ്പയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച്, പപ്പ ഞങ്ങളെ ഇട്ടേച്ച് പോകാനൊക്കത്തില്ല, ഞങ്ങൾക്ക് ആരുമില്ല, മമ്മി ഒറ്റയ്ക്കേ ഉള്ളൂ, ആന്റിയും ഉണ്ട്, മൗസിയും ഉണ്ട് കൂടെ, ചേച്ചിയില്ല ഇവിടെ, ചേട്ടനും ഇല്ല, അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് ഇന്ന് പോകാനൊക്കത്തില്ല, ഞങ്ങളെ നോക്കാൻ വേറെ ആരും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ
അവൻ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അച്ചാച്ചൻ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വെള്ളം വേണമെന്ന് പറഞ്ഞു. ഞാൻ വെള്ളം എടുത്ത് കൊടുത്ത് വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ്, ഞാൻ ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ് കുറേ വെള്ളവസ്ത്രം ധരിച്ച ആൾക്കാർ വന്ന് എന്നെ മുകളിലോട്ട് എടുത്തോണ്ട് പോയി പകുതി വഴി ചെന്ന് കഴിഞ്ഞപ്പം എന്നോട് പറയാ, നിന്റെ സമയം ആയിട്ടില്ല, ഇനി നിനക്ക് സമയം ബാക്കിയുണ്ട്, നീ പൊക്കോന്നും പറഞ്ഞ് എന്നെ തിരിച്ചിവിടെ കൊണ്ടുവന്ന് കടത്തിയേച്ച് അവർ പോയെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ കണ്ണു തുറന്നേന്ന് പറഞ്ഞു. ദൈവനാമത്തിന് സ്തോത്രം. അങ്ങനെ ഒരു അത്ഭുതം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു. അവിടുന്ന് പിന്നെ ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ലാതെ ഞങ്ങൾ അവിടെ കുറച്ച് വർഷം കൂടെ അവിടെ നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെ വീണ്ടും വേറൊരു ഫീൽഡിലേക്കാക്കി. ആ ഫീൽഡിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഒരു സ്കൂളും വേണ്ട, ഒരു ഓർഫനേജും വേണ്ട, ഒരു തയ്യൽ സ്കൂളും വേണ്ട, ഒന്നും വേണ്ട. പോകുന്നിടത്ത് പോവുക, വിശ്വാസികളെ കിട്ടുന്നിടത്ത് ആരാധന നടത്തുക, അത് മാത്രമേ ഇനിയത്തെ പ്ലാൻ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ആ 95 മുതൽ 2000 വരെ മോത്തിയാരി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ താമസിച്ച് അവിടെ ഫീൽഡിൽ വേല ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങളെ, ഈ ഇളയ 2 മക്കളെ ഞങ്ങൾ മോത്തിയാരി ചെന്നതിന് ശേഷം ഞങ്ങൾക്ക് താമസിക്കാൻ വീട് കിട്ടുന്നില്ല. ഇവര് ക്രിസ്ത്യാനികളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും വീടും തരത്തില്ല. അങ്ങനെ നിന്ന് ലാസ്റ്റ് ഒരു പ്രൊഫസറിന്റെ വീട് കിട്ടി. ആ പ്രൊഫസറിന്റെ വീട് അതും താമസിക്കാൻ പറ്റുന്ന ഒരു വീടല്ലായിരുന്നു. അതിനകത്ത് 1-2 സുസൈഡ് ആത്മഹത്യ നടന്ന വീടായിരുന്നു. അത് കാരണത്താൽ അത് ആ വീട്ടിലാരും വാടകയ്ക്കും താമസിക്കത്തില്ല. ഞങ്ങൾ ചെന്ന് ആ വീടെടുത്തു. കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, നിങ്ങൾക്ക് ഇതിനകത്ത് താമസിക്കാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങളുമായിട്ട് ഇതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല, നിങ്ങളിവിടെ നിൽക്കരുതെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ വീടിന് ചുറ്റും വെള്ളം തെളിച്ച്, റൂമിലെല്ലാം വെള്ളം തെളിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ആ വീട്ടിൽ താമസമായി. അങ്ങനെ ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ മുൻപോട്ട് പോയ സമയത്താണ് ഞങ്ങൾക്ക് ദില്ലിയിൽ ഒരു മോഹൻസി ലാസറസിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാനും അച്ചാച്ചനും കൂടെ ആ മീറ്റിങ്ങിന് പോയി തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ 2 കുഞ്ഞുങ്ങളെയും കാണാനില്ല. അപ്പൊ ഞങ്ങൾ വീട്ടിൽ വന്നപ്പം ഞങ്ങളുടെ അയൽപക്കത്തുള്ളവർ പറഞ്ഞു, നിങ്ങളുടെ മക്കളെ 2 പേരെയും കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോയി. അവരെ കിട്ടുമോ എന്നുള്ളത് പറയാനൊക്കത്തില്ല. അവർ ചോദിക്കുന്ന പൈസ കൊടുത്താൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കിട്ടും, അതല്ലെങ്കിൽ അവരുടെ ഡെഡ് ബോഡി നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. കർത്താവെ, ഞങ്ങൾ പോയത് ദൈവനാമ മഹത്വത്തിനായിട്ടാണല്ലോ കടന്നു പോയത്, ഞങ്ങളെ നിരാശപ്പെടുത്തരുത്, എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇപ്പൊ മോത്തിയാറിയിൽ അവർ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിലെ പ്രിൻസിപ്പള് പറഞ്ഞു, കുഞ്ഞുങ്ങളെ തന്നെ ആക്കിയിട്ട് നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞ്. അപ്പൊ പറഞ്ഞല്ല, അവിടെ കുഞ്ഞമ്മ അവിടെ ഉണ്ടല്ലോ, അവള് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ആക്കിയിട്ട് പോയത്. പക്ഷെ അവള് രാവിലെ നയേഴ്സ് ആയതുകൊണ്ട് അവള് ഡ്യൂട്ടിക്ക് അങ്ങ് പോയി. കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വന്ന് ഉച്ചത്തെ ഊണെല്ലാം കഴിഞ്ഞ് വീട്ടിലിങ്ങനെ നിന്ന് പണിത് ഹോംവർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് വൈകുന്നേരം ഇതുപോലെ ഇരുന്ന സമയത്ത് ഈ പയ്യൻ വന്ന് ഇവരെയും കൊണ്ട് പറഞ്ഞു, ആ മക്കളെ നമുക്ക് കറങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ് ഇവരെയും കൊണ്ട് മോത്തിയാറി സ്റ്റേഷനിൽ കറങ്ങാൻ പോയി. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ പോകുന്ന സമയത്ത് ഇവര് പഠിക്കുന്ന സ്കൂളിൽ പോകുന്ന 2 കുഞ്ഞുങ്ങൾ, ആ ഹോട്ടലുകാരന്റെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അവരെയും കൊണ്ടാണ് ഇവരും പൊയ്ക്കൊണ്ടിരുന്ന അവരുടെ കൂടെ. അപ്പൊ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലായി. അപ്പൊ ചോദിച്ചു, എന്താ മക്കളെ ഈ രാത്രിയിൽ നിങ്ങൾ ഇവിടെ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ, അങ്കളെ ഞങ്ങൾ ഇന്ന ആള് കൊണ്ടുവന്നാന്ന് പറഞ്ഞു. അയാൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അയാൾ കൊണ്ട് അപ്പുറത്തെങ്ങാണ്ട് പോയി ബാത്റൂമിലെന്ന് പറഞ്ഞു. പെട്ടെന്ന് ആ ഹോട്ടലുകാരൻ 2 കുഞ്ഞുങ്ങളെ അയാളുടെ ഹോട്ടലിനുള്ളിൽ കയറ്റി ഒളിപ്പിച്ചു വെച്ചു. അവൻ വന്ന് നോക്കിയപ്പം കാണാഞ്ഞിട്ട് അവൻ തിരിച്ചു പോയി. അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളെ അവിടെ ആ ഹോട്ടലുകാരൻ സംരക്ഷിച്ചു വെച്ചു. പിറ്റേ ദിവസം ഞങ്ങള് വന്നു. അത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ ചെന്ന് വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർ ആരും കണ്ടവരില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഈ ഹോട്ടലുകാരൻ ഞങ്ങളെ വിളിച്ചേച്ച് പറഞ്ഞ്, നിങ്ങൾ കയറി വാ, എന്താ വിഷമിച്ച് നിൽക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഇന്ന പോലെയാ സംഭവം. അന്നേരം പറഞ്ഞ്, കുഞ്ഞുങ്ങൾ 2 ഇവിടെ ഉണ്ട്, സുരക്ഷിതമാണ്, അവരെ 2-3 ദിവസത്തേക്ക് വെളിയിൽ ഇറക്കാനൊക്കത്തില്ല, കിട്ടിക്കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ദിവസം ആ ഹോട്ടലുകാരന്റെ വീട്ടിൽ തന്നെ കുഞ്ഞുങ്ങൾ നിന്നു, പഠിക്കാനൊന്നും പോയില്ല, അവിടെ നിന്നു. പിന്നെ ഞങ്ങൾ വേറൊരു സിവാൻ എന്ന് പറയുന്ന സ്ഥലത്ത് അച്ചാച്ചന്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ദേവദാസനുണ്ടായിരുന്നു. ആ പുള്ളിക്ക് നല്ലൊരു സ്കൂൾ ഉണ്ടായിരുന്നു അവിടെ. ആ സ്കൂളിൽ കൊണ്ടുവന്നാക്കാന്നും പറഞ്ഞ് അന്ന് തന്നെ ഞങ്ങൾ പോയി വിവരങ്ങളൊക്കെ അന്വേഷിച്ച് രാത്രിയിലാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. അന്നേരം പറഞ്ഞ്, പിറ്റേ ദിവസം തന്നെ കുഞ്ഞുങ്ങൾ ഇവിടെ കൊണ്ടുവന്നാക്കിയാൽ ഇങ്ങനെയുള്ള സംഭവമാണെങ്കിലെന്ന് പറഞ്ഞു. അപ്പൊ പകൽ അവരെ കൊണ്ടുപോകാൻ ഒക്കത്തില്ല, അപ്പൊ അവര് വെളിയിൽ ഇറക്കിയാലും ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ സന്ധ്യയാകാൻ നോക്കിയിരുന്നൊരു 4-5 മണി ആയപ്പോൾ ഞങ്ങൾ അവരുടെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് ഹോട്ടലിൽ ചെന്ന്
അവരെയും വിളിച്ച് ബസ്സിൽ കയറ്റി രാത്രി കുഞ്ഞുങ്ങളെ സിവാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ആ സ്കൂളിലെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി വെച്ച് വന്നു. ഹോസ്റ്റൽ ഫീസ് കൊടുക്കണം, സ്കൂൾ ഫീസ് കൊടുക്കണം. ഞങ്ങൾക്ക് ആകെ കിട്ടുന്ന 10,000 രൂപ. 2 കുഞ്ഞുങ്ങൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന അവരുടെ ഫീസ് കട്ടാക്കും. അങ്ങനെയായി വളരെ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ മാസത്തെ ഫീസ് 2 പേരുടെയും കൂടെ 6,000 രൂപ ഹോസ്റ്റൽ ഫീസ് കൊടുത്തു. സ്കൂൾ ഫീസ് കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ സ്കൂൾ ഫീസ് കൊടുക്കേണ്ട സമയം കഴിഞ്ഞപ്പോൾ ആ പാസ്റ്ററുടെ ഭാര്യ വന്ന് പറഞ്ഞു, ബ്ലസ്സിന്റെയും ഗ്രേസിന്റെ സ്കൂൾ ഫീസ് കിട്ടിയില്ലല്ലോ, എന്താ അത് തരാഞ്ഞെന്ന്. അന്നേരം ആ സാറ് പറഞ്ഞു, അവരുടെ ഫീസ് കിട്ടി, ഞാനത് വണ്ടിക്ക് ചെലവാക്കിയെന്ന് പറഞ്ഞ് അവരുടെ ആ ലിസ്റ്റ്, അവരുടെ ആ ഫീസിന്റെ പേപ്പർ പുള്ളി എഴുതിയിട്ട് വലിച്ചു കയറി കളഞ്ഞു. അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളുടെ 2 പേരുടെയും 10ാം ക്ലാസ് വരെയുള്ള പഠിത്തം തീരുന്നിടം വരെ ആ പാസ്റ്റർ കുഞ്ഞുങ്ങളുടെ ഫീസിന്റെ കാര്യം ഭാര്യയോട് പറഞ്ഞു, വണ്ടിക്ക് ചെലവാക്കി, അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു എന്നും പറഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠിത്തം കംപ്ലീറ്റ് പൂർത്തീകരിച്ചു. അവരവിടെ നിന്ന് മടങ്ങി വന്നു. അങ്ങനെ 2000-ല് അതിനിടയ്ക്ക് കുഞ്ഞുങ്ങൾ വെക്കേഷന്റെ സമയത്ത് വരുമ്പോൾ ഇവർക്ക് കഴിക്കാൻ ആഹാരമില്ല. എന്തോ ചെയ്യുന്നു, കിട്ടുന്ന പൈസ ഫീസ് കൊടുക്കണം, വാടക കൊടുക്കണം, ചെലവിനില്ല. ഞങ്ങളും പട്ടിണിയാ നടന്ന് ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ പലരും എന്തെങ്കിലും തന്നാൽ അത് കഴിച്ച് വെള്ളം കുടിച്ചേച്ച് പോരുന്ന അല്ലാതെ വീട്ടില് ഒന്നും വെക്കാനുള്ള സൗകര്യങ്ങളോ പൈസയോ ഒന്നും കയ്യിലില്ല. അങ്ങനെ ബുദ്ധിമുട്ടിയ സമയത്ത് ഞങ്ങള് ഈ കുഞ്ഞുങ്ങൾ ആദ്യം പഠിച്ച സ്കൂളില് പ്രിൻസിപ്പളിന്റെ ആങ്ങള ക്യാൻസറിന്റെ അസുഖം വന്നിട്ട് ഡൽഹിയിൽ കൊണ്ടുപോയിട്ട് കുറയില്ലെന്നും പറഞ്ഞ് വീട്ടിൽ തിരിച്ചു കൊണ്ടുവന്നു. ഇനിയിപ്പോ രക്ഷയൊന്നും ഇല്ലെന്ന് ഡോക്ടർ എഴുതി കൊടുത്തു. വീട്ടിൽ കൊണ്ടുവന്നപ്പോ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വന്നൊന്ന് പ്രാർത്ഥിക്ക്, കർത്താവ് സൗഖ്യം കൊടുത്താൽ അവനൊരു പുതിയ ജീവിതം ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ സഹോദരന് കർത്താവ് പരിപൂർണ വിടുതൽ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ ഡൽഹി ചെന്ന് 2ാമത് ടെസ്റ്റ് ചെയ്യിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്താ മരുന്ന് കഴിച്ചത്, നിങ്ങൾക്ക് അങ്ങനെ ഒരു രോഗമേ നിങ്ങളുടെ ശരീരത്തിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ്, ഞാൻ മരുന്നൊന്നും കഴിച്ചില്ല ഡോക്ടറെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് സൗഖ്യം തന്നെന്ന് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങൾ വെക്കേഷന്റെ സമയത്ത് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ വന്ന സമയം 4 പേരും ഉണ്ട് വീട്ടില്. ഞാനൊരു ദിവസം ചെന്ന് ഇച്ചിരി ഗോതമ്പ് പൊടി വാങ്ങിച്ചു കൊണ്ടുവന്ന് 3 നേരവും ഈ ചപ്പാത്തി ഉണ്ടാക്കി അവർക്ക് കൊടുക്കുമ്പോൾ എന്നും ചോദിക്കും, മമ്മി എന്നും ഈ ചപ്പാത്തി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലേ മമ്മി, അരിയില്ലേ കഞ്ഞി വെക്കാനെന്ന് എൻ്റെ ഇളയ മോൻ 2-3 തവണ എന്നോട് ചോദിച്ചപ്പോൾ ഞാനിരുന്ന് കരഞ്ഞിട്ടുണ്ട്. കർത്താവ്, എൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണിയാണല്ലോ കിടക്കുന്നത്, എന്ത് ചെയ്യും എന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസം എന്നോട് ചോദിച്ചപ്പോൾ, അന്ന് ഉച്ച സമയത്ത് ചപ്പാത്തി കഴിച്ചപ്പോൾ അവൻ എന്നോട് ചോദിച്ചോ, കഞ്ഞി വെച്ചില്ലേ മമ്മി? ഞാൻ പറഞ്ഞു, മോനെ കഞ്ഞിക്ക് അരിയില്ല, അതുകൊണ്ട് കഞ്ഞി വെച്ചില്ല, പ്രാർത്ഥിക്കുന്നു, കർത്താവ് നമുക്ക് വൈകിട്ട് ചിക്കൻ ബിരിയാണി തരുമോ, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനിതും പറഞ്ഞേച്ച് വെളിയിലോട്ട് ഇറങ്ങിപ്പോയി. വെളിയിൽ ഇറങ്ങി ഇങ്ങനെ നിൽക്കുക, കുഞ്ഞുങ്ങളോട് ഇത് പറഞ്ഞേച്ച്. അപ്പൊ അങ്ങനെ നിന്നപ്പോ അവരുടെ സ്കൂളിലെ ഒരു സാറ് വന്നേച്ച് പറഞ്ഞു, ആന്റി, വൈകിട്ട് ഞങ്ങളുടെ പ്രിൻസിപ്പാളിന്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, നിങ്ങളെ കുടുംബമായിട്ട് വിളിച്ചിട്ടുണ്ട്, പ്രാർത്ഥനയ്ക്ക് വരണമെന്ന് പറഞ്ഞു. അവിടുന്ന് പോകണമെങ്കിൽ ഇച്ചിരി ദൂരവാ, ഞങ്ങൾക്ക് വാഹനമൊന്നുമില്ല, ഓട്ടോ വിളിച്ച് പോകണമെങ്കിൽ പൈസ ഇല്ല. അവിടുന്ന് ഞാൻ പറഞ്ഞു, ഞായറാഴ്ചത്തെ ഓഫറിങ്ങിന് വെച്ച പൈസ ഇരിപ്പുണ്ട്, അത് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അന്നേരം അച്ഛൻ പറഞ്ഞു, എടി അത് ഓഫറിങ്ങിന് വെച്ചിരിക്കുന്നതല്ലേ, അത് എടുക്കണ്ട. ഞാൻ പറഞ്ഞു, കർത്താവ് തരുവച്ചാ, ഇന്ന് അതെടുത്ത് നമ്മൾ ചെലവാക്കിയാൽ നാളെ ദൈവം നമുക്ക് ഇരട്ടിയായിട്ട് തരുമെന്ന് പറഞ്ഞു. ആ പൈസ എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവ് ഇത് ഓഫറിങ്ങിന് വെച്ച പൈസയാണ്, ഞങ്ങളോട് ക്ഷമിക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾ ആ പൈസ എടുത്ത് ഓട്ടോ വിളിച്ച് ഞാനും അച്ഛനും മക്കളും 4 പേരും കൂടി ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ ആഹാരം കഴിക്കാനായിട്ട് വിളിച്ചിരുത്തി. ഞങ്ങൾ ആഹാരം കഴിച്ചു. ആഹാരത്തിന് ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ആൻറ്റി ഉണ്ടാക്കിച്ചിട്ടുണ്ടായിരുന്നു, പണിക്കാരനുണ്ടാവില്ല ഉണ്ടാക്കി. അതുപോലെ ഞങ്ങൾ ആഹാരം എല്ലാം കഴിച്ച് തൃപ്തിയായി ഞങ്ങൾ അവിടുന്ന് പോരാൻ ഇറങ്ങിയപ്പോൾ ബാക്കി വന്ന ആഹാരം ഒരു വലിയ ടിഫിനകത്താക്കി തന്നേച്ച് പറഞ്ഞു, ഇതിവിടെ ഞാൻ വെറുതെ പോവുകയുള്ളൂ, അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ രാവിലെ കുഞ്ഞുങ്ങൾ കഴിച്ചോളൂ എന്നും പറഞ്ഞ് അത് തന്നു വിട്ടു. അത് കൂടാതെ പഴവർഗ്ഗങ്ങള്, ആപ്പിള്, മുന്തിരി, പഴം എന്ന് വേണ്ട പഴവർഗ്ഗങ്ങളെല്ലാം തന്നു വിട്ടു. അങ്ങനെ പോരുന്ന സമയത്ത് ഒരു കവർ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. അച്ചാച്ചൻ കുഞ്ഞുങ്ങളെ കൊണ്ടങ്ങ് മുമ്പിൽ ഇറങ്ങിയായിരുന്നു. അപ്പൊ ഞാൻ ഓട്ടോ വിളിക്കണമെന്ന് പറഞ്ഞ് മുമ്പിൽ ഇറങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു,
ഓട്ടോ വിളിക്ക്, ഞാൻ ഇറങ്ങി വരിക എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ കയ്യിൽ ആൻറ്റി ഒരു കവർ എടുത്തു തന്നു. ഞാനത് വാങ്ങിച്ച് പ്രാർത്ഥിച്ചു. വീട്ടിൽ വന്ന് അത് തുറന്ന് നോക്കിയപ്പോൾ ആ കവറിനകത്ത് 10,000 രൂപ ഉണ്ടായിരുന്നു. ഞങ്ങൾ 100 രൂപ ഓഫറിങ്ങിന് കൊടുക്കാനായിട്ട് വെച്ചിരുന്നത് എടുത്തുകൊണ്ട് ഞങ്ങൾ വണ്ടിക്കൂലി ചെലവാക്കി പോയി. ആ 100 രൂപ എടുത്തത് കർത്താവിനറിയാം. ഇല്ലായ്മയിൽ നിന്നാണ് അത് എടുത്തുകൊണ്ട് പോയതെന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് അതിന് 10 ഇരട്ടിയായിട്ട് കർത്താവ് തന്നു. ആ 10,000 രൂപയിലെ ഞങ്ങൾ പിറ്റേ ദിവസം ഞായറാഴ്ച ഓഫറിങ്ങും മാറ്റി, ദശാംശവും മാറ്റി, കർത്താവിന് കൊടുക്കേണ്ടത് കർത്താവിനും കൊടുത്തു. കുഞ്ഞുങ്ങൾക്ക് വീട്ടിലേക്ക് അല്പ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ വെക്കേഷന്റെ സമയത്ത് ഞങ്ങൾ സമയം കഴിച്ചു കൂട്ടി. ആ സമയത്ത് 4 സിലിണ്ടർ എൻ്റെ കയ്യിലുണ്ട്, 2 വലുതും 2 ചെറുതും. അത് നിറയ്ക്കാൻ പോലും പൈസ ഇല്ലാതെ ആ സമയത്ത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് ഒരു മാന്തോട്ടത്തിന്റെ ഇടയ്ക്കായതുകൊണ്ട് രാത്രി സമയത്ത് മാന്തോട്ടത്തിൽ ചെന്ന് മാവില അടിച്ചു കൂട്ടി കൊണ്ടുവന്ന് വെച്ചിട്ട് ആ ഇലയിട്ട് കത്തിച്ച് ഞാൻ ആഹാരം ഉണ്ടാക്കി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കഷ്ടതകളും ദുരിതങ്ങളും ദൈവവേലയുടെ സമയത്ത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ ചിന്തിക്കും, എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ അനുഭവിച്ച കഷ്ടതകള് ഇതിലേറെയായിരുന്നു. അത്രയൊന്നും ഇല്ലല്ലോ. കർത്താവിനെ ശോധനയിൽ കൂടി കടത്തി വിടുകയാണ്, അതിലെനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. 2000 ഞങ്ങൾ ഇതുപോലെ, ഞങ്ങൾക്ക് വർഷാവസാനം ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിന് ചെന്നപ്പോൾ ഡയറക്ടറോട് പറഞ്ഞു, ഇനി ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കത്തില്ല, ഞങ്ങള് സ്വന്തമായിട്ട് എന്തേലും വേല ചെയ്യാനുള്ള പ്ലാനാണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളെ വിടത്തില്ല, നിങ്ങൾ വിട്ടു പോകേണ്ട, ഭോജ്പൂരി എന്ന് പറയുന്ന ഒരു ഭാഷയുണ്ട്, ആ ഭാഷയിൽ ആ ഭാഷ പറയുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് പോയി വേല ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി ഇല്ലെന്ന് പറഞ്ഞു, ഇനി അങ്ങനെ ഒരു വേല വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് 2001 ജെയിംസ് എന്ന് പറയുന്ന ആ ഫീൽഡ് വിട്ടിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് വേല ആരംഭിച്ചു. കർത്താവ് ഞങ്ങളെ നടത്തി. 2005 ഇതുപോലെ ഞാന് പട്നയില്, അന്ന് ഞങ്ങൾ ചപ്ര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ വേല തുടങ്ങിയത്. അവിടുന്ന് പട്നയില് വരേണ്ട ആവശ്യം, ബൈബിൾ ക്ലാസ് എടുക്കാൻ, അതായത് ഈ വിദ്യാഭ്യാസം കുറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ബൈബിൾ സ്റ്റഡി കഥകൾ പറഞ്ഞു കൊടുത്ത് അവരെ പഠിപ്പിച്ച് വചനം പഠിപ്പിച്ച് അവരുടെ ഗ്രാമങ്ങളിൽ അയക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ക്ലാസ്സിന് ഞാൻ മാസത്തിൽ 15 ദിവസം പട്നയിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ ക്ലാസ്സും കഴിഞ്ഞ് വീട്ടിൽ ചെന്ന സമയത്ത് എൻ്റെ അച്ചാച്ചൻ്റെ കണ്ണിന്റെ 2 കാഴ്ചയും നഷ്ടപ്പെട്ടു. ഞാൻ ചോദിച്ചു എന്താ പറ്റിയേ? തലവേദന വന്നതാന്ന് പറഞ്ഞു. തലവേദന വന്ന് ഒരു ഇച്ചിരി കഴിഞ്ഞപ്പോൾ 2 കണ്ണിനും മങ്ങലായി, പിന്നെ അത് കാഴ്ച നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടു. ആ 2005 മുതൽ 2012 വരെ ഞാൻ പുള്ളിയെ ഒരു കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ ഞാൻ നോക്കി. ആഹാരം വാരി കൊടുക്കണം, കുളിപ്പിക്കണം, ഡ്രസ്സ് മാറ്റണം, ഫീൽഡിൽ പോകുമ്പോൾ ഫീൽഡിൽ കൊണ്ടുപോകണം, സൈക്കിൾ റിക്ഷ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഏതിലും വിളിച്ച് ഞങ്ങൾ ഫീൽഡിൽ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ 2012 അതിനിടയ്ക്ക് എൻ്റെ മോളുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. മറ്റേ മക്കൾ 2 പേരും, മൂത്ത മക്കൾ, ആ മക്കൾ 2 പേരും 10ാം ക്ലാസ് കഴിഞ്ഞു. അവർ +1 +2 ഒക്കെ ആയി. ഇളയ മോൻ്റെയും 10ാം ക്ലാസ് കഴിഞ്ഞ് അവൻ +1 വേണ്ടിയിട്ട് അഡ്മിഷൻ എടുത്തു കോളേജിൽ. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് വെക്കേഷൻ്റെ സമയപ്പം ഞാൻ പറഞ്ഞു ഒത്തിരി നാളായാലും നമ്മൾ വീട്ടിൽ പോയിട്ട്, നമുക്ക് വീട്ടിലൊന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഞങ്ങൾ ആ വർഷം എല്ലാവരും കൂടെ കൂടി വീട്ടിൽ പോരാനായിട്ട് പ്ലാൻ ഇട്ട് 2012 ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ വണ്ടിയെ കയറി. 7 വർഷമായി എൻ്റെ അച്ഛൻ്റെ കണ്ണിന് കാഴ്ചയില്ല. പോകുന്നിടത്തൊക്കെ ഞാനും കുഞ്ഞുങ്ങളും കയ്യിൽ പിടിച്ചാൽ കൊണ്ടുപോകുന്നത്. അങ്ങനെ ട്രെയിനിൽ കയറി. ആദ്യ രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ വെളുപ്പിനെ ഞാൻ എപ്പോഴും വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ആ വെളുപ്പിനെ എഴുന്നേറ്റ് ഞാൻ ബൈബിൾ എടുത്ത് 34 സങ്കീർത്തനം വായിക്കുമായിരുന്നു. വായിച്ചപ്പോൾ അച്ചാച്ചൻ എഴുന്നേറ്റ് പറഞ്ഞടി ബൈബിള് താ, ഞാൻ വായിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ചാച്ചൻ കണ്ണ് കാണത്തില്ല, പിന്നെ എങ്ങനെ വായിക്കുന്നത്? നീ ഇങ്ങതാ, ഞാൻ വായിക്കാമെന്ന് പറഞ്ഞു. അന്നേരം ട്രെയിനിലെ ലൈറ്റ് ഓഫാണ്. ലൈറ്റ് ആൾക്കാരെല്ലാം ഓഫ് ആക്കി ഇട്ടേക്കുന്നതുകൊണ്ട് ലൈറ്റും വെട്ടവും ഇല്ല. അത് കഴിഞ്ഞിട്ട് ടോർച്ച് ലൈറ്റിന്റെ വെട്ടത്തില് ആ 34 സങ്കീർത്തനം മുഴുവനും വായിച്ചു. അതും മലയാളത്തിലല്ല, ഹിന്ദിയിലാണ് വായിക്കുന്നത്. വായിച്ചു കഴിഞ്ഞ് എന്നോട് പറഞ്ഞ് എടി എൻ്റെ കണ്ണിന് നല്ല കാഴ്ച കിട്ടി, 7 വർഷമായല്ലോ ഞാൻ നിങ്ങളെയൊക്കെ കണ്ടിട്ടെന്ന് പറഞ്ഞ് എന്നോട് സംസാരിച്ചു. കുഞ്ഞുങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. കുഞ്ഞുങ്ങളെ എല്ലാം കണ്ടു, സന്തോഷിച്ചു, വർത്താനം എല്ലാം പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ചു.
2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ചെന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ചെല്ലാം കഴിഞ്ഞ് രാവിലെ കാപ്പികൂടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചെല്ലുമ്പം എൻ്റെ നാത്തൂമാരും ചേട്ടന്മാരുടെ മക്കളും കുടുംബത്തെല്ലാവരും കൂടെ അവർ 10 മക്കളുള്ളത് കൊണ്ട് കൊച്ചുമക്കളും എല്ലാം ഒത്തിരിയും പേരുണ്ട്. അപ്പൊ അവരെല്ലാവരും കൂടെ ഒന്നിച്ച് കൂടുമായിരുന്നു. അങ്ങനെ എല്ലാവരും ഞങ്ങൾ വരുമെന്ന് അറിഞ്ഞപ്പം നേരത്തെ മുതൽ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, എനിക്കൊരു വല്ലാഴിക വരുന്നു, എനിക്ക് ഇച്ചിരി വെള്ളം വേണം കുടിക്കാനെന്ന് പറഞ്ഞ്. ഞാൻ കുടിക്കാനുള്ള വെള്ളം എടുത്തു കൊടുത്തു. അച്ചാച്ചൻ വെള്ളം കുടിച്ചവൻ പറഞ്ഞ് എനിക്കൊന്ന് കിടക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ എഴുന്നേരെന്നും പറഞ്ഞ് കയ്യെ പിടിച്ച് എഴുന്നേറ്റ് ഞാൻ വീട്ടിൽ മുറിക്കകത്ത് കയറ്റി കട്ടിലെ കൊണ്ട് കിടത്തിയപ്പോ മൂത്ത ചേട്ടൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അച്ഛൻ എന്തോ വയ്യാഴിക പോലെ എന്ന് പറഞ്ഞു. അതിനെ കൊണ്ട് കിടത്തിയതാന്ന് പറഞ്ഞു. പെട്ടെന്ന് വണ്ടി വിളിച്ചു. അവിടുന്ന് തൊടുപുഴ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രി ചെന്ന് ആശുപത്രിയുടെ വാതൊക്കെ ചെന്നു. വണ്ടിയെ നിറക്കിയിട്ട് നിൽക്കാൻ വയ്യ, കാല് രണ്ടും കുഴഞ്ഞു പോവുക. പെട്ടെന്ന് ഒരു നേഴ്സ് സ്ട്രെക്ചർ കൊണ്ടുവന്ന് ആ സ്ട്രെക്ചറിൽ കിടത്തി. ഡോക്ടറുടെ റൂമിന്റെ വാതൊക്കെ വരെ ചെന്നപ്പോഴത്തേന് നേരെ കിടന്നയാള്, മലർന്നു കിടന്നയാളെ അടുത്തവശം ചരിഞ്ഞ് ഒരു കവള് വെള്ളം ഛർദ്ദിച്ചു. പായ വഴിക്ക് ഇച്ചിരി വെള്ളം കുടിച്ചായിരുന്നു. ആ വെള്ളം ഛർദ്ദിച്ചു. അതോടെ പ്രാണം പോയി. ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. ഡോക്ടർ ടെസ്റ്റ് ചെയ്തേച്ച് പറഞ്ഞു സൈലന്റ് അറ്റാക്ക് ആയിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞെന്ന ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പം വീട്ടിലേക്ക് കൊണ്ടുപോകണ്ട, ഇവിടെ മോർച്ചറിയിൽ വെക്കാൻ നമുക്ക് എല്ലാവരും അറിയിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞ് മോർച്ചറിയിൽ വെക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞപ്പം ഈ ഡോക്ടർ ചെന്ന് വേറെ ഒരു ഡോക്ടറെ കണ്ടേച്ച് വന്ന് ഇന്ന പോലെ ഒരു സംഭവം ഉണ്ടെന്ന് നോക്കാൻ പറഞ്ഞ് അവർ തമ്മിൽ എന്താ സംസാരിച്ചെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. രണ്ടുപേരും കൂടി വന്നേച്ച് പറഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം എൻ്റെ മൂത്ത മോൻ ചോദിച്ചു എന്ത് കാര്യമാ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ എന്താ കാര്യമെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ് നിങ്ങളുടെ പപ്പ വിഷം കുടിച്ചതാന്ന് പറഞ്ഞു. വിഷം കുടിച്ചത് കൊണ്ടാണ് പെട്ടെന്ന് മരണം സംഭവിച്ചതെന്ന് പറഞ്ഞു. നേരം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വിഷം കഴിക്കേണ്ട കാര്യമൊന്നുമില്ല ഡോക്ടറെ, ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ സുവിശേഷ വേലയില്ല. ഞങ്ങൾ ഇന്നലെ വീട്ടിൽ വന്നതേ ഉള്ളൂ. രാവിലെ എഴുന്നേറ്റ് കാപ്പികൂടിയും കഴിഞ്ഞ് എല്ലാവരുമായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു മയക്കം പോലെ വന്നു, അതുകൊണ്ട് ഓടി കൊണ്ടുപോകുന്നതാണ്. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞേ അറ്റാക്ക് സംഭവിച്ചതെന്ന്, ഇപ്പൊ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ഒത്തിരി ഒരു 3-4 മണിക്കൂർ അവിടെ കിടന്ന് ഞങ്ങൾക്ക് തർക്കിക്കേണ്ടി വന്നു. അങ്ങനെ പുള്ളിക്കാരൻ സമ്മതിക്കുന്നില്ല ഓപ്പറേഷൻ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ പറ്റുകയില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ് കത്തിവയ്ക്കാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തെറ്റ് ഞങ്ങൾ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. ലാസ്റ്റ് അച്ചാച്ചന്റെ വെല്ലുപ്പന്റെ മോൻ പോലീസ് ഉണ്ടായി, പുള്ളിയെ വിളിച്ചു വിവരം അറിയിച്ചു ഇന്ന പോലെയാണ് കാര്യങ്ങൾ, പെട്ടെന്ന് വരാൻ പറഞ്ഞു. ആ ചേട്ടൻ വന്നു സംസാരിച്ചു ഡോക്ടറുമായിട്ട്. എന്നിട്ട് പിന്നെ ഞങ്ങൾ മോർച്ചറിയിൽ വെച്ചിട്ട് വന്നു. പിറ്റേ ദിവസം അന്ന് വെള്ളിയാഴ്ച, ശനിയാഴ്ച ഒരു ദിവസം വെച്ചുള്ളൂ, ഞായറാഴ്ച അടക്കാമെന്നും പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. അതോ നല്ല മഴയുടെ സമയമാണ്. ആ സമയത്ത് ഡെഡ് ബോഡി ഞങ്ങൾ വെച്ചു വീട്ടിൽ വന്നപ്പോൾ ഞാനും എൻ്റെ മൂത്ത മക്കൾ 2 പേരും ചേട്ടന്മാരുടെ മക്കൾ ഞങ്ങൾ എല്ലാവരും കൂടെയാണ് പോയത്. തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഇളയ മോൻ എന്നോട് ചോദിച്ചു മമ്മി പപ്പ എന്തിയാ മമ്മി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോനെ പപ്പയെ ആശുപത്രിയിലാക്കിയിട്ടാ വന്നിരിക്കുന്നത്, അതുകൊണ്ട് പോയിട്ട് ഇനി ആരെങ്കിലും പോകണമെന്ന് പറഞ്ഞു. വൈകുന്നേരം 6 മണിയായി 7 മണിയായി, ആരും പോകുന്ന പ്ലാൻ ഒന്നുമില്ല. അപ്പം കുഞ്ഞു വന്ന് എന്നോട് പിന്നെയും ചോദിച്ചു മമ്മി ആരും പോകുന്നില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാ ആരെങ്കിലും പോയി കാണും മോനെ എന്ന് പറഞ്ഞു. മമ്മിക്ക് ഇപ്പൊ എപ്പോഴും പോകാൻ പറ്റത്തില്ലല്ലോ, രാത്രി ആയില്ലേ, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വേണ്ടേന്ന് പറഞ്ഞു. ഞാൻ മുറിയിൽ പോയി എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ എന്ത് പറയുമെന്നുള്ളത് അറിയാതെ ഞാൻ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചപ്പം ചേട്ടൻ വന്ന് പറഞ്ഞു നാളെ ശനിയാഴ്ച, മറ്റന്നാ ഞായറാഴ്ച, തൊള്ളി തോരാത്ത മഴ, എങ്ങനെ ആയിരിക്കുമെന്നൊന്നും അറിയത്തില്ല, കുഴി പോലും വെട്ടാൻ പറ്റത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു മഴ പെയ്യുന്നത് ഇന്ന് നാളെ ആയിട്ട് പെയ്യും, ഞായറാഴ്ച മഴ പെയ്യത്തില്ലെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു നിനക്ക് അത്ര വിശ്വാസമാണ്? അവൻ പറഞ്ഞു എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ രാത്രി മുഴുവനും ഇരുന്ന് പ്രാർത്ഥിച്ചു, മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ഇത്രയും നാള് ബീഹാറിൽ നിന്റെ വേല ചെയ്തു, ഇവിടെ വന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദിക്കപ്പെടുവാൻ ഇടയാകരുത്. നിന്റെ ദാസന്റെ ശവോടക്കന്റെ സമയത്ത് ഒരു തുള്ളി മഴ പെയ്യാൻ പാടില്ല, കൊട നല്ല വെയിൽ വരണം, നിൽക്കുന്നവരെല്ലാം കൊട പിടിച്ച് നിൽക്കണം, ആ രീതിയിലുള്ള വെയിൽ കർത്താവ് തരണം, മഴ പെയ്യരുതേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ രാത്രി മുഴുവൻ ഉറങ്ങിയില്ല. ഞാൻ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ കയ്യിലെടുത്ത് മടിയിൽ വെച്ചുകൊണ്ടിരുന്ന തലകണം മുഴുവനും നനഞ്ഞു. ദൈവനാമത്തിന് സ്തോത്രം. കർത്താവിന്റെ പ്രാർത്ഥന കേട്ട് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. ഞായറാഴ്ച ദിവസം 2 മണി 1:30 ആയപ്പം പുള്ളിയുടെ ഡെഡ് ബോഡി കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. അവര് ടാർപ്പായൊക്കെ വലിച്ചു കെട്ടി. ഞാൻ പറഞ്ഞു ടാർപ്പായ വലിച്ചു കെട്ടിക്കോ, സാരമില്ല, ഡെഡ് ബോഡി വെക്കുമ്പോൾ വെയിലത്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷെ എല്ലാവരും വന്ന് കണ്ട് കേട്ട് പോയി.
ഡെഡ് ബോഡി അവിടുന്ന് എടുക്കുമ്പോൾ മണി 3:30 അച്ചാച്ചന്റെ ഡെഡ് ബോഡി അടക്കാനായിട്ട് ചർച്ചിന്റെ കോമ്പൗണ്ടിൽ ചെന്നപ്പോ വെയില് കാരണം നിൽക്കാൻ വയ്യ, തീ പൊള്ളുന്ന പോലുള്ള വെയില്. അവിടുന്ന് ഡെഡ് ബോഡി അടക്കി വീട്ടിൽ ഇറങ്ങി വന്നപ്പോ എന്റെ മൂത്ത ചേട്ടൻ എന്നോട് പറഞ്ഞ്, കുഞ്ഞെ നിന്റെ വിശ്വാസം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞ്, അന്യനാട്ടിൽ പോയി കിടന്ന ആത്മാക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ലെന്ന് പറഞ്ഞു. ഇതിനായിട്ടാണ് ഞങ്ങൾ കടന്നു പോയെന്ന് പറഞ്ഞു. ഞങ്ങളെ നാണക്കെടുവാനോ ലജ്ജിപ്പാനോ കർത്താവ് ഇടതരത്തില്ലെന്ന് പറഞ്ഞു. ദൈവം തന്നെ മക്കളെ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഡെഡ് ബോഡി എല്ലാം അടക്കി പോകേണ്ടവരെല്ലാം പോയി, ബന്ധുക്കാരും ചർച്ചക്കാരും എല്ലാം പോയി. വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ അന്ന് കുടുംബത്ത്. അതായത് ഒരു 8 മണി ആയപ്പോഴത്തേന് എല്ലാവരും പോയി. ഒരു 9 മണി ആയപ്പം മഴ പെയ്യാൻ തുടങ്ങി. ആ മഴ 3 ദിവസം തുള്ളി തോരാതെ മഴ പെയ്തു. കണ്ടിന്യൂ മഴ, കാറ്റ് ഭയങ്കരം. അങ്ങനെ ആ 3 ദിവസം നിന്ന് മഴ പെയ്തപ്പോൾ എൻ്റെ അനിയന്റെ ഭാര്യ പറഞ്ഞു, ചേച്ചി, നമ്മൾ ദൈവത്തെ വിളിച്ച ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ദൈവം നമ്മളെ ഒരു നാളും കൈവിടുകയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഞ്ഞെ, ആ വടക്കേ ഇന്ത്യയില് ആ വെയിലത്ത് ആ തീയില് തണുപ്പില് പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ദൈവമക്കൾക്ക് വേണ്ടി ആത്മാക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കുന്ന ചുമ്മാതൊന്നും അല്ലെന്ന് പറഞ്ഞു. ദൈവം അവിടുന്ന് പ്രാർത്ഥന കേട്ടു. അങ്ങനെ അത്ഭുതകരമായിട്ട് എൻ്റെ അച്ചാച്ചൻ്റെ ഡെഡ് ബോഡി അവിടുന്ന് അടക്കി. സെപ്റ്റംബർ 21 പുള്ളി മരിക്കുന്നത്. അവിടുന്ന് ഒക്ടോബറിൽ 15 ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് അവിടുന്ന് തിരിച്ചു പോരുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു, ഇനി നിങ്ങൾ അങ്ങോട്ട് എന്തിനാ പോകുന്നേ, അവിടെ നിങ്ങൾക്ക് ആരാ ഉള്ളേ? ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന അവിടെയാ, ഇവിടെ പഠിപ്പിക്കാൻ അവർക്ക് മലയാളം അറിയത്തില്ല, അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകും. പക്ഷേ ഞങ്ങളെ വിളിച്ചത് ദൈവവേലയ്ക്കായിട്ടാണ്. എൻ്റെ അച്ചാച്ചൻ ബാക്കി ഇട്ടേച്ച് പോയിരിക്കുന്ന വേല ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കൂടെ പൂർത്തിയാക്കും, അതിന് ഞങ്ങൾ വീണ്ടും തിരിച്ചു പോവുക എന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു നയാ പൈസ ഞങ്ങൾക്ക് വേണ്ടി ആരും തന്നില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന വണ്ടിക്കൂലിക്ക് കഴിഞ്ഞ് ഞങ്ങൾ പരാപരം ബീഹാറിൽ എത്താനുള്ള പൈസ മാത്രമേ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതും കൊണ്ട് ഞങ്ങൾ തിരിച്ചിവിടെ വന്ന് കുറച്ച് നാള് ഞാൻ ഒറ്റപ്പെട്ടു പോയി. ആരുമില്ല എൻ്റെ കൂടെ ഒരു സഹായത്തിന്. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നു. മോള് മാത്രം പഠിത്തം തീർന്നത് കൊണ്ട് അവളൊരു സ്കൂളിൽ ജോലിക്ക് കയറി. അവൾക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഞങ്ങള് കുടുംബം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. കുഞ്ഞുങ്ങളുടെ ഫീസ് കാര്യങ്ങൾ കുറേശ്ശെയൊക്കെ കൊടുത്തു. പിന്നെ ഞാനിങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഒരു വിഷമം, ഏത് രീതിയിൽ ആയിത്തീരും, മമ്മിക്ക് മാനസികമായിട്ട് വല്ലോ പ്രയാസം ഉണ്ടാവുമോ എന്നുള്ള ഒരു പേടി എൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കുഞ്ഞ് പഠിപ്പിച്ച സ്കൂളിലെ ടീച്ചർ പ്രിൻസിപ്പൾ പറഞ്ഞ്, മമ്മിയെ തന്നെ വീട്ടിലാക്കിയിട്ട് വരണ്ട, മമ്മിയെ കൂടെ കൊണ്ടുപോകാൻ, നമുക്ക് സ്കൂളിൽ മമ്മിക്ക് ജോലി കൊടുക്കാം, മമ്മി ഒന്നുമല്ലെങ്കിലും വിദ്യാഭ്യാസം ഉള്ളതല്ലേ, മമ്മി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. നഴ്സറിയിലോ LKG UKG ഒക്കെ പഠിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ മോള് പഠിപ്പിക്കുന്ന സ്കൂളിൽ ജോലിക്ക് കയറി. അവിടുന്ന് അവളുടെ കൂടെ അവിടെ തന്നെ ഇന്ന് ജോലി ചെയ്തു. 2014 എൻ്റെ മൂത്ത മോൻ്റെ വിവാഹം നടത്തി. അവൻ്റെ വിവാഹത്തിന് ശേഷം ഞങ്ങൾ അവിടുന്ന് പട്നയ്ക്ക് പോന്നു. കാരണം അവിടെ അവൻ വർക്ക് അവനെ ഫീൽഡ് പട്നയിലാണ്. ആ പട്നയിലെ ഫീൽഡ് നോക്കണം. ഞങ്ങൾ പറഞ്ഞു, മോനെ, ചപ്രായിലെ ഫീൽഡ് വിട്ടിട്ട് നീ പട്നയിൽ പോയാൽ എങ്ങനെയാ മക്കളെ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ്, മമ്മി, പട്നയിലെ നല്ല ചർച്ചാണ്, ആ ഫീൽഡ് കളയാനൊക്കത്തില്ല, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ പട്നയ്ക്ക് പോരുകയാണ് ചെയ്തത്. പട്നയിൽ വന്നിങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ചെറിയ ഡയബറ്റീസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അച്ചാച്ചൻ മരിച്ചതോടുകൂടെ മനപ്രയാസം കൊണ്ട് അത് സ്വല്പം കൂടി. എൻ്റെ കാല് കംപ്ലീറ്റ് പഴുത്ത് പൊട്ടി. ആ കാല് ഓപ്പറേഷൻ ചെയ്തു. 6 മാസത്തോളം ഞാൻ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. അങ്ങനെ ആ 6 മാസം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ കുടുംബം നടത്തി മുൻപോട്ട് പോയി. മോനും മരുമോളും ഒക്കെ ആയിട്ട് മുൻപോട്ട് പോയി. അങ്ങനെ ഞാൻ അവിടുന്ന് 2014 മുതൽ പട്നയിൽ ഇങ്ങനെ ദൈവവേലയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഇതിനിടയ്ക്ക് പല പ്രശ്നങ്ങളുണ്ടായി. ജീവിതത്തിൽ കഷ്ടതയും പ്രയാസവും ദുരിതങ്ങളൊക്കെ വന്നു. എങ്കിലും കർത്താവ് ഞങ്ങളെ വീണു പോകാതെ മുൻപോട്ട് കൊണ്ടുപോയി. 2018-19 കോവിഡിന്റെ സമയത്ത് ഒത്തിരിയും പാസ്റ്റർമാർ കോവിഡ് വന്ന് മരിച്ചു. പാസ്റ്റർമാരുടെ
ഭാര്യമാര് മലയാളികളും ബീഹാറികളും ഒക്കെ കോവിഡിന്റെ അസുഖത്താലും മരിച്ചു. പക്ഷെ ആ സമയത്തും എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും കർത്താവ് സൂക്ഷിച്ചു പരിപാലിച്ചു. കോവിഡ് ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററിന്റെ കുടുംബത്തെ, പാസ്റ്ററുടെ ഭാര്യയെ കോവിഡായിട്ട് കിടന്ന് അവരെ ഒരു നേരത്തെ ആഹാരത്തിനുള്ള സാധനം പോലും കൊണ്ടു കൊടുക്കാൻ എല്ലാവർക്കും പേടിയായിരുന്നു. ആ സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങൾ കടയിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങിച്ച് ആ പാസ്റ്ററുടെ വീടിൻ്റെ അവിടെ ചെല്ലുമ്പോൾ ഫോൺ ചെയ്യും. അന്നേരം പാസ്റ്റർ പറയും, നിങ്ങൾ ഗേറ്റിൻ്റെ അവിടെ വെച്ചേര്, ഞങ്ങൾ വന്ന് എടുത്തോളാമെന്ന് പറയും. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് വെച്ചേച്ച് കുഞ്ഞുങ്ങൾ പോന്ന് അവരെ സംരക്ഷിച്ച സമയമുണ്ട്. ആ സമയത്ത് പോലും എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു പോറൽ പോലും, ഒരു ജലദോഷ പനി പോലും കർത്താവ് വരാൻ സമ്മതിച്ചില്ല. അങ്ങനെ 2018, 19, 20 കഴിഞ്ഞു. 21 എൻ്റെ ഇളയ മോൻ്റെ വിവാഹ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ക്രമീകരിച്ചു. അവന്റെ വിവാഹം 2021 ഡിസംബർ 4 ഡേറ്റ് ഫിക്സ് ചെയ്തു. അതിനു മുമ്പ് നടത്തണമെന്ന് വിചാരിച്ച നേരം എല്ലാവരും പറഞ്ഞു കോവിഡ് ഒക്കെ കഴിഞ്ഞല്ലേ, അതുകൊണ്ട് അധികം ആളെ വിളിക്കാനൊക്കത്തില്ല, കൂടിപ്പോയ 100 പേരിൽ കൂടുതൽ ആരെയും വിളിക്കാനൊക്കത്തില്ല. പക്ഷെ എൻ്റെ അച്ചാച്ചൻ്റെ കൂടെ വേല ചെയ്ത ദേവദാസന്മാർ ഒത്തിരി പേരുണ്ട്, കുഞ്ഞിൻ്റെ സ്കൂളിൽ വർക്ക് ചെയ്ത ടീച്ചർമാരുണ്ട്. അങ്ങനെ ഒത്തിരിയും പേരുള്ളത് കൊണ്ട് ഒരു വർഷം കൂടെ ഞങ്ങൾ നീട്ടിവിട്ടു. 2021 ഡിസംബർ 4 എൻ്റെ മോൻ്റെ വിവാഹം നടന്നു. ഞങ്ങള് ഉദ്ദേശിച്ചത് അതൊക്കെ ഞങ്ങൾ കാർഡ് അടിച്ചത് 1000 കാർഡായിരുന്നു. കൊടുത്തത് ഞങ്ങൾ 800 കാർഡ് എല്ലാവർക്കും കൊടുത്തുള്ളൂ. പക്ഷെ കല്യാണത്തിന് 1000-ലേറെ ആൾക്കാർ വന്നിരുന്നു. കർത്താവിന് സ്തോത്രം. ദൈവം അത്ഭുതകരമായിട്ട് അവന്റെ കാര്യങ്ങൾ നടത്തി. 10 പൈസ കടമില്ലാതെ, ഒരു നയാ പൈസ ആരോടും കടം വാങ്ങിക്കേണ്ടി വന്നില്ല. അതുപോലെ എല്ലാ കാര്യങ്ങളും കർത്താവ് അത്ഭുതകരമായിട്ട് നടത്തി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വിവാഹമൊക്കെ നടന്നു. കുഞ്ഞുങ്ങളെല്ലാം വന്ന് സഹകരിച്ചു. അവർ ഔറംഗാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഫീൽഡിൽ ഹാഫ് ടൈം സ്കൂളിൽ മിനിസ്ട്രിയും, അതായത് ഞങ്ങൾ ആദ്യമായിട്ട് ചർച്ച് നടത്തിയ അതേ ഗ്രാമത്തില് അവരവിടെ ഒരു ചർച്ചും സ്കൂളിൽ ഒരു ജോലിയും കൂടെ ആയിട്ട്, ഹാഫ് ടൈം സ്കൂൾ ജോലി, ഹാഫ് ടൈം മിനിസ്ട്രി ആയിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇതിനിടയ്ക്ക് 2015 എൻ്റെ മൂത്ത മോളുടെ വിവാഹം. ആദ്യം മോൻ്റെയാണ് വിവാഹം നടത്തിയത്. കാരണം എനിക്ക് വയ്യാതിരുന്നത് കൊണ്ട് എന്നെ നോക്കാൻ ആരേലും വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് അവന്റെ വിവാഹം ആദ്യം നടത്തിയത്. മോളുടെ വിവാഹ സമയത്ത് ഇതുപോലെ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു വിവാഹമായിരുന്നു അവൾക്ക് വന്നത്. കർണാടകയിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ബീഹാറിൽ പാട്നയിൽ, നിങ്ങൾ കർണാടകയിൽ കല്യാണം നടക്കത്തില്ലെന്ന് പറഞ്ഞു, ഇത്ര ദൂരം. അപ്പൊ അവർക്ക് പെണ്ണിനെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് അത് മാത്രം മതി. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോയി അവരുടെ വീടും പരിസരവും ഒക്കെ കണ്ടു, ആൾക്കാരെയൊക്കെ കണ്ടു. നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അവളുടെ അമ്മായിയമ്മ ഒരു നേഴ്സായിരുന്നു, റിട്ടയർഡ് ആയിരുന്നു. അവളുടെ അനിയൻ ചെറുക്കൻ ഗവൺമെന്റ് സ്കൂളിൽ ജോലി. അവളുടെ നാത്തുമാർ 2 പേരും ടീച്ചർമാർ. അങ്ങനെ ഒരു നല്ല കുടുംബമായിരുന്നു. അതുകൊണ്ട് ആ കല്യാണം ഉറപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അതായത് 2015 സെപ്റ്റംബറിൽ ചെന്ന് അവളുടെ കല്യാണം ഉറപ്പിച്ചു. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 2 മാസത്തെ സമയം തന്നു. ഡിസംബർ 14 കല്യാണം നടത്തണം. എൻ്റെ കയ്യിൽ അവിടുന്ന് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ 50 രൂപ മാത്രമുണ്ട്. ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ വളരെയേറെ ഭാരപ്പെട്ടു. ഞാനും എൻ്റെ മോളും കൂടെ ഞങ്ങൾ 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ്, എൻ്റെ മോളുടെ വിവാഹം നടക്കണം, 10 പൈസ കയ്യിലില്ല, ദൈവം തന്നല്ലാതെ ഒന്നും നടക്കില്ലെന്ന് ഒന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. അങ്ങനെ 21 ദിവസത്തെ പ്രാർത്ഥന പൂർത്തിയാക്കി ഞാനും മോളും കൂടെ. ആ സമയത്ത് എനിക്ക് ഡയബറ്റീസിന്റെ അസുഖമാണ്. ഡോക്ടർ പറഞ്ഞു ഫാസ്റ്റിംഗ് എടുക്കരുതെന്ന്. പക്ഷെ ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ച് ആ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി വീട്ടിൽ വന്ന് വാതിലെ കൊട്ടി. അയാൾ 3 ദിവസമായി ഞങ്ങളെ അന്വേഷിച്ച് നടക്കുക, ഞങ്ങളുടെ വീട് അന്വേഷിച്ച് നടക്കുക, അറിയത്തില്ല എവിടാന്ന്. അയാൾ വന്നു വാതിലെ മുട്ടി. ഞാൻ വാതിൽ തുറന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരാ, എവിടുന്നാ? അന്നേരം എന്നോട് ചോദിച്ചു, നിങ്ങളുടെ പേരാണോ സൂസൻ ജോർജ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആന്ന്. ആരാ നിങ്ങളെ അയച്ചതെന്ന് ചോദിച്ചു. അതെന്തിനാ നിങ്ങൾ അറിയുന്നത്? ഞാൻ നിങ്ങളെ അന്വേഷിച്ച് 3 ദിവസമായി നടക്കുന്നെന്ന് പറഞ്ഞു. പുള്ളിയെ വിളിച്ചിരുത്തി പുള്ളിക്ക് കാപ്പി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് പുള്ളി പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. പുള്ളി പോകാൻ ഇറങ്ങിയപ്പോൾ ഒരു കവർ എടുത്ത് എൻ്റെ കൈ തന്നിട്ട് പോയി. ആ കവർ വാങ്ങിച്ച് ഞാനും മോളും കൂടെ കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചു. അത് പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് 10,000 രൂപ, 10,001 രൂപ ഉണ്ടായിരുന്നു. ആ പൈസ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ച് അവിടെ വിവാഹത്തിന് വേണ്ടി മാറ്റിവെച്ചു. അതാണ് ഞങ്ങളുടെ വിവാഹത്തിന്റെ ആദ്യ ആരംഭം. അവിടുന്ന് അങ്ങോട്ട് ഓരോ കാര്യങ്ങള്
കർത്താവ് തന്നെ നടത്തി. അതായത് ഞങ്ങൾ ചപ്രായിൽ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവളുടെ കൂടെ പഠിപ്പിച്ച ഒരു ബ്രാഹ്മൺ കുട്ടി ഉണ്ടായിരുന്നു. അവളുടെ ആങ്ങളെ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ കൂട്ടുകാര് അവനെന്തോ മന്ത്രവാദം ചെയ്ത് അവന്റെ ബുദ്ധി മറിച്ച് കളഞ്ഞ്, പഠിക്കാൻ പറ്റത്തില്ല, അവന് ആരുമായിട്ട് മിണ്ടത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ അവൻ തിരിച്ച് വീട്ടിൽ വന്നു. അവര് കാണിക്കാത്ത ഇടവില്ല, പോകാത്ത മന്ത്രവാദികളില്ല, ഒരുപാട് പൈസ ചെലവാക്കി, എന്നിട്ടൊന്നും അവന് കുറയുന്നില്ല. ലാസ്റ്റ് എൻ്റെ മോളോട് ചോദിച്ചു, നിന്റെ മമ്മി പ്രാർത്ഥിക്കുന്നതല്ലേ, എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അവള് വീട്ടിൽ വന്നപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, മോനെ, കാണാതൊന്നും പറയാൻ പറ്റത്തില്ല, അവരോട് പറ ഞായറാഴ്ച വീട്ടിൽ വരാൻ പറ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അവരെ കൊണ്ടുവന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇവന് വേറെ അസുഖമൊന്നുമില്ല, ഇവനെന്തോ ആരോ എന്തോ ചെയ്തതാണെന്നുള്ളത് മനസ്സിലായി. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്, ഞാൻ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അടുത്ത ഞായറാഴ്ച നിങ്ങൾ ഇവനുമായിട്ട് വരുമ്പോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ഉപ്പ് വെള്ളം ഇച്ചിരി എണ്ണയും കൊണ്ടുവരാൻ പറഞ്ഞു. നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തു കൊടുത്ത് അവർക്ക് വിശ്വാസം വരത്തില്ല, അതുകൊണ്ട് അവരോട് തന്നെ കൊണ്ടുവരാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു, ആ എണ്ണ പ്രാർത്ഥിച്ച് ആ പൈതലിന്റെ തലയിൽ വെച്ചു. ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ച് അവൻ ആദ്യം കുടിക്കാൻ കൊടുത്തു. അവര് കൊണ്ടുവന്ന വെള്ളം തന്നെ പ്രാർത്ഥിച്ച് കുടിക്കാൻ കൊടുത്തു. അവൻ ആ വെള്ളവും കുടിച്ചു, ആ എണ്ണ അവന്റെ തലയിൽ വെച്ചു. ഞാൻ പറഞ്ഞു, ഏതായാലും ഇപ്പൊ നിങ്ങൾ പോകേണ്ട, ഒരു 4 മണിക്ക് ശേഷം പോയാൽ മതി എന്ന് പറഞ്ഞു. അവരെ വീട്ടിലിരുത്തി ഉച്ചത്തെ ആഹാരം അവർക്ക് കൊടുത്തു. പറഞ്ഞ് ഇപ്പം വന്നതിന് ശേഷം ഒരു ദിവസം പോലും ആഹാരം കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞ്. അന്ന് ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കിയ ആഹാരം അവർക്ക് കൊടുത്തു. അവരാഹാരം കഴിച്ചു. ആ പയ്യനും ആഹാരം കഴിച്ചു. പോകാൻ എഴുന്നേറ്റപ്പോ എൻ്റെ കാല് വന്ന് തൊട്ട് വന്നിച്ചേച്ച് പറഞ്ഞു, ആന്റിക്ക് നമസ്കാരം, ആന്റി എന്നെ രക്ഷിച്ചു, ഇനി എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല ആന്റി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ, കുഴപ്പമൊന്നുമില്ല, പോയിക്കോ, ഇനി മുന്നോട്ടുള്ള പഠിത്തം പൂർത്തീകരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ആ കുഞ്ഞ് വീണ്ടും തിരിച്ചുപോയി. അവൻ പറഞ്ഞു, ഇനി ഞാൻ ബാംഗ്ലൂരിന് പോകുന്നില്ല, വീട്ടിലിരുന്ന് തന്നെ, വീട്ടിൽ തന്നെ, ഇവിടെ തന്നെ കോളേജിൽ പോകുന്നുള്ളതെന്ന് പറഞ്ഞ് ആ ചപ്രായിൽ തന്നെ അവൻ കോളേജിൽ പോകാൻ തുടങ്ങി. പഠിത്തം എല്ലാം പൂർത്തിയാക്കി, അവന് ജോലിയായി. അങ്ങനെ മോടെ വിവാഹത്തിന്റെ സമയത്ത് ഞാൻ ഇവർക്ക് കാർഡ് കൊണ്ട് കൊടുക്കാനായിട്ട് ചെന്നപ്പോൾ അവര് പറഞ്ഞു, ഒരു ദിവസം ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് സമയമില്ല, ഒത്തിരി ഇടത്തും പോകാനുണ്ടെന്ന്. ഇന്നൊരു ദിവസം ഇവിടെ നിൽക്കാൻ പറഞ്ഞു. നേരം വൈകുകയും ചെയ്തു, പോകാനും പറ്റത്തില്ല, രാത്രിയായി, പട്ടണമായി വന്ന ബുദ്ധിമുട്ടാണ് വീടെത്താൻ. അതുകൊണ്ട് പിന്നെ അന്ന് രാത്രി അവിടെ നിന്നു. എന്നെ അവിടെ ഇരുത്തിയിട്ട് ആ കുഞ്ഞിന്റെ അമ്മയും അപ്പനും അവളും കൂടി അവര് മാർക്കറ്റിൽ ചെന്ന് എൻ്റെ മോക്ക് വേണ്ട ഡ്രസ്സും മുഴുവനും എടുത്തു. അതുപോലെ അവൾക്ക് 6 മാസത്തേക്ക് ഉപയോഗിക്കേണ്ട എണ്ണ, സോപ്പ്, സർഫ്, അതുപോലെ എന്തെല്ലാം ചീപ്പ്, കണ്ണാടി എന്ന് വേണ്ട. ബീഹാറിലുകളിൽ പെൺപിള്ളേരെ കല്യാണം കഴിച്ച് വിടുമ്പോൾ എന്തൊക്കെ ആ പെണ്ണിന് കൊടുത്തു വിടുമോ അതുപോലുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു വലിയൊരു സൂട്ട് കേസ് നിറച്ച് അവർ വീട്ടിൽ കൊണ്ടുവന്ന്. എനിക്കറിയത്തില്ലായിരുന്നു ഇവര് മാർക്കറ്റിൽ പോയതാന്ന്. ഇവർ വന്നപ്പോഴത്തേന് ഞാൻ കിടന്നുറങ്ങി. രാവിലെ ഞാൻ പോരാനായിട്ട് 4 മണിയായപ്പോൾ എഴുന്നേറ്റ് റെഡിയായി പോരാൻ ഇറങ്ങിയപ്പോൾ ഓട്ടോക്കാരനെ വിളിച്ച് അവരുടെ വേലക്കാരനും കൂടെ കൂട്ടി എന്നെ ബസ്സിൽ കൊണ്ടുവന്ന് കയറ്റി വിട്ടു. ആ പെട്ടി ഞാൻ പൊക്കി നോക്കിയിട്ട് പൊങ്ങുക പോലും ഇല്ല, എന്തോ ഭാരമായിരുന്നു. അവള് വീട്ടിൽ കൊണ്ടുവന്ന് ഓട്ടോക്കാരനെ വണ്ടിയെ കയറ്റി തന്നു. വണ്ടിക്കാരനോട് പറഞ്ഞ് സ്റ്റേഷനിൽ ചെന്ന്, ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിയുമ്പോൾ ഈ പെട്ടി ഇറക്കി ആന്റിക്ക് ഓട്ടോ വിളിച്ച് ഓട്ടോയിൽ ഇരുത്തി ആന്റിയെ വിടണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ കണ്ടക്ടർ ഓട്ടോ വിളിച്ച് ആ പെട്ടി എടുത്ത് ആ ഓട്ടോയിൽ വെച്ച് വീട്ടിൽ വന്നു. ഞാൻ ഇറങ്ങി പെട്ടി എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. ആ മക്കൾ രണ്ടുപേരും കൂടെയാ പെട്ടിയെടുത്ത് പൊക്കി വെച്ചത്. എന്നാലും എന്നോട് പറയാം, മമ്മി ഇതിനകത്ത് എന്നതാ മമ്മി ഇത്രയും ഭാരം? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല മോനെ എന്ന് പറഞ്ഞു. അവിടുന്ന് ആ പെട്ടി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിച്ചേച്ച് തുറന്ന് നോക്കിയപ്പം അവർക്ക് വേണ്ട സാരി, ബ്ലൗസ്, പാവാട, എണ്ണ, സോപ്പ്, സർഫ്, സർവത്ര സാധനങ്ങളും അതിനകത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തൊരു ലിഫാഫ ഉണ്ടായിരുന്നു. ആ ലിഫാഫ എടുത്ത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് 50,000 രൂപയുണ്ട്. ആ 50,000 രൂപ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ചെറുക്കൻ വീട്ടുകാർ 50,000 രൂപ ചോദിച്ചിട്ടുണ്ട്, അത് കൊടുക്കണമല്ലോ, അതിനുള്ള പൈസ കർത്താവ് എനിക്ക് തന്നല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ അവളുടെ കല്യാണം നല്ല ഭംഗിയായിട്ട് കർത്താവ് നടത്തി പോയി. ഞങ്ങൾ തിരിച്ചു വന്നു. അവളുടെ റിസപ്ഷൻ പട്നയിൽ നടത്തി. കടമൊന്നുമില്ലാതെ കുഞ്ഞുങ്ങളുടെ വിവാഹം എല്ലാം നടന്നു. 4 പേരുടെ വിവാഹം അങ്ങനെ സുഭിക്ഷമായി നടന്നു. അത് കഴിഞ്ഞ് 2021 ഡിസംബർ 4-ന് ഇളയ മോന്റെ വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം വിവാഹം കൂടി ഫീൽഡിൽ തിരിച്ചു പോയി. 2021 ഡിസംബർ 20, 19-ാം തീയതി വൈകിട്ട് ചർച്ചിൽ
ക്രിസ്മസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെ. ആ പ്രോഗ്രാമിന് വേണ്ടി അവർ വന്നു. ക്രിസ്മസ് പ്രോഗ്രാം എല്ലാം നടത്തി. പിറ്റേ ദിവസം രാവിലെ, പിറ്റേ ദിവസം രാവിലെയാണോ വൈകിട്ടാണോ പോയെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അടുത്ത് വന്നില്ലായിരുന്നു, ചർച്ചിൽ തന്നെ തിരിച്ചു പോവുകയായിരുന്നു. ആ പോയ സമയത്താണ് ഇവർക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നത്. പക്ഷെ ഇവര് ബൈക്കല്ല പോയെന്നുള്ളതും എനിക്ക് അറിയത്തില്ലായിരുന്നു. ബൈക്കിൽ അങ്ങനെ പോകാറ് പതിവില്ലായിരുന്നു. അന്ന് എന്തോ അവര് ബൈക്ക് എടുത്തോണ്ടാ പോയെന്ന് പറഞ്ഞു. ആ പോയ വഴിക്ക് ഒരു വണ്ടി വന്ന് അവരെ ആദ്യം ഇടിച്ചു. അവർ രണ്ടുപേരും തെറിച്ച് വീണു. അവിടുന്ന് അവർ എഴുന്നേറ്റ് അവര് ജോലി ചെയ്ത സ്കൂളിലെ ഓണറിനെ വിളിച്ചു പറഞ്ഞു, ഇന്ന പോലെ സംഭവിച്ചു, വണ്ടി കൊണ്ടുപോകാൻ ഞങ്ങള് ഇവിടെ നിൽക്കുകയെന്ന് പറഞ്ഞു. അവിടുന്ന് ഓണർ ഡ്രൈവറെ വിട്ട് വണ്ടി കൊണ്ടുവന്നു. ആ വണ്ടിയൊക്കെ, അത് പുതിയ വണ്ടിയായിരുന്നു. ആ പുതിയ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് ഇവർ കയറി. ഇവരുടെ മോട്ടോർ സൈക്കിള്, ബൈക്ക് ഒന്നിനും കൊള്ളാത്ത രീതിയിലായി അവിടെ കിടക്കുക. അവരെ ആ വണ്ടിയെ കയറ്റി രണ്ടൊരു അരമണിക്കൂർ മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് ആ വണ്ടിയുടെ ബ്രേക്ക് ഡൗൺ ആയി. ആ വണ്ടി അവിടെ ഇട്ടിട്ട് പിന്നെ വേറെ വണ്ടി വിളിച്ചു പറഞ്ഞു, ഈ വണ്ടിയുടെ ബ്രേക്ക് പോയി, അതുകൊണ്ട് വേറെ വണ്ടി അയക്കാൻ പറഞ്ഞു. ആ വണ്ടി, വേറെ വണ്ടി അവിടുന്ന് വന്നു. ആ വണ്ടി ഓടിച്ചോണ്ട് വന്നത്, ആ വണ്ടിയിൽ സ്കൂളിന്റെ ഓണറും ഉണ്ടായിരുന്നു, ഓണറിന്റെ അളിയനും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെയാണ് വന്നത്. അവിടുന്ന് പിന്നെ ആ വണ്ടിയിൽ നിന്ന് ഈ കുഞ്ഞുങ്ങളെ മറ്റേ വണ്ടിയിൽ കയറ്റി അവര് ആശുപത്രിയിലേക്ക് പോകാനായിട്ട് അവിടെ ഒരു ടേണിങ് തിരിയണം. ആ ടേണിങ് തിരിഞ്ഞില്ല. തിരിയാറാകുന്നതിന് മുമ്പേ ഫ്രണ്ടിൽ നിന്ന് ഒരു ലോറി വന്നു ഇടിക്കുകയായിരുന്നു. ആ ലോറി വന്ന് ഇടിച്ചതോടുകൂടെ ഫ്രണ്ടിലെ ഡോറ് തുറഞ്ഞ് സ്കൂളിന്റെ ഓണർ തെറിച്ചു വീണു. ആ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഓണറിന്റെ അളിയൻ ആ സ്റ്റിയറിങ്ങിനകത്ത് അമുങ്ങി അവിടെ ഇരുന്ന് മരിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളുടെ രണ്ടുപേരും പുറകിൽ അവരിരുന്ന് ഉറങ്ങിപ്പോയത് കൊണ്ട് അവർ സംഭവിച്ചതൊന്നും അറിഞ്ഞില്ലായിരുന്നു. അവർ രണ്ടുപേരുടെയും തല പുറകിലത്തെ കമ്പിയെ ചെന്ന് അടിച്ച കാരണം രണ്ടുപേരുടെയും തല പൊട്ടി. അതുകൊണ്ടാണ് അവർക്ക് മരണം സംഭവിച്ചത്. അവിടുന്ന് അവരെ പെട്ടെന്ന് ആശുപത്രിയിലാക്കി. അവരവിടുന്ന് വേറെ വണ്ടി, കണ്ട ആൾക്കാരെല്ലാം കൂടെ കൂടി വേറെ വണ്ടി വിളിച്ച് അവരെ ആശുപത്രിയിൽ കൊണ്ടുവന്നാക്കിയപ്പോ ഡോക്ടർ പറഞ്ഞു, തീർന്നു പോയി, ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു. ഭാര്യമാര് രണ്ടുപേരും അവിടെ ഉണ്ട്. അവര് മാറി മാറി ഇവരെ വിളിക്കുന്നുണ്ട്. ഇവരുടെ ഫോണ് ആരും എടുക്കുന്നില്ല. എടുത്താലും എന്ത് പറയും എന്നുള്ള. അങ്ങനെ ഇരുന്നപ്പം ലാസ്റ്റ് രണ്ടാമത്തെ മരുമോള് ഫോൺ എടുത്തേച്ച് പറഞ്ഞു, ഫോണും ചെയ്തപ്പോ ആരോ എടുത്തു. കൂടെ നിന്നെ ആരാണ്ട് എടുത്തേച്ച് പറഞ്ഞു, അവർക്ക് ആക്സിഡന്റ് ഉണ്ടായി, അവർ ആശുപത്രിയിലാണ്, നിങ്ങൾ വന്ന് ആശുപത്രിയിലേക്ക് വാന്ന് പറഞ്ഞു. ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇവർ രണ്ടുപേരും മരിച്ചു പോയെന്നുള്ള വിവരം. അവിടെ വന്ന ഉടനെ അവൾ എന്നെ വിളിച്ചു പറഞ്ഞു, മമ്മി, ചേട്ടനും രണ്ടുപേർക്കും ആക്സിഡന്റ് ഉണ്ടായി, അവർ രണ്ടുപേരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടെന്ന് പറഞ്ഞു. എനിക്ക് ആ കേട്ടതൊരു ഓർമ്മയുണ്ട്. ഞാന് ആ സമയത്ത് എനിക്ക് എന്താ സംഭവിച്ചത് അല്ലെങ്കിൽ എന്താ ഉണ്ടായെന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ വീട്ടില് എനിക്ക് ബോധം തെളിയുന്ന സമയത്ത് എൻ്റെ വീട് നിറച്ച ആളാണ്. അത്ര എനിക്കറിയാം. ഞാൻ അവരോടൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ സംഭവിച്ചത്, എന്താ ഇത്ര ആൾക്കൂട്ടം. പക്ഷെ ആരും എൻ്റെ അവസ്ഥ അറിയാതെ ആരും എന്നോടൊന്നും പറയുന്നില്ല. ഏതാണ്ട് 4-5 മണിക്കൂർ കഴിഞ്ഞപ്പം എനിക്കൊരു സുബോധം വന്നു കഴിഞ്ഞപ്പം ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററുടെ ഭാര്യ വന്ന് എന്നോട് പറഞ്ഞു, ആന്റി വിഷമിക്കരുത്, പ്രയാസപ്പെടരുത്, മക്കൾക്ക് രണ്ടുപേർക്കും ഇന്ന പോലെ സംഭവിച്ചു. അത്രയും പറഞ്ഞു. പിന്നെ എൻ്റെ ബോധം പോയി. എനിക്ക് പിന്നെ ഒന്നും ഓർമ്മയില്ല. അത് കഴിഞ്ഞ് ഡെഡ് ബോഡി അവിടുന്ന് കൊണ്ടുവരാനായിട്ട് ആ ഹോസ്പിറ്റലിലെ ആംബുലൻസിൽ കൊണ്ടുവരാനായിട്ട് ഇവരെല്ലാം, അവർ ഭാര്യമാർ രണ്ടുപേരും ആ ഡെഡ് ബോഡി ആയിട്ട് അവിടുന്ന് തിരിച്ചു. ആദ്യത്തെ ആംബുലൻസ് പകുതി വഴി വന്നപ്പോൾ അതിന്റെ ചക്ക ഭ്രഷ്ടായി, ചക്രം പൊട്ടി. പിന്നെ വേറെ ആംബുലൻസ് വിളിച്ചു. അത് അവിടുന്ന് പിന്നെ കയറ്റി ഇറക്കി മറ്റേതിനകത്ത് വെച്ചു. അവിടുന്ന് ആ വണ്ടി കുറച്ച് ദൂരം മുൻപോട്ട് വന്നപ്പം അതിന്റെ ബ്രേക്കും പോയി, അവിടെ കിടന്നു. പിന്നെ ഒരു ആംബുലൻസ് ഇല്ല അവിടുന്ന് വരാന്. പിന്നെ അവരവിടുന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു, ഇളയ മോന് ഫോൺ ചെയ്ത് പറഞ്ഞു, അവിടെ എവിടെയെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ ആംബുലൻസ് വിളിച്ചു വിട്, ഇന്ന പോലെ ആ സംഭവം എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഒരു ആശുപത്രി ഉണ്ടായിരുന്നു. ആ ആശുപത്രിയിൽ ചെന്ന് വിവരം പറഞ്ഞ് പരിചയക്കാരുണ്ടായിരുന്നത് കൊണ്ട് ഇവിടുന്ന് ആംബുലൻസ് പോയി. കുഞ്ഞുങ്ങളുടെ ഡെഡ് ബോഡിയും കൊണ്ട് മോർച്ചറിയിൽ വന്നപ്പം രാത്രി 1 മണിയായി. എന്നെ മോർച്ചറിയിൽ കൊണ്ടുപോയില്ല, എന്നെ കാണിച്ചില്ല.
അവിടെ തന്നെ അവര് ഡെഡ് ബോഡി വെച്ചിട്ട് വീട്ടിൽ വന്നപ്പോ ഞാൻ എൻ്റെ ഇളയ മോനോട് ചോദിച്ചു, മോനെ ചേട്ടന്മാർക്ക് എങ്ങനെയുണ്ട് മക്കളെ? അവനൊന്നും പറയുന്നില്ല. അവൻ വിങ്ങി വിങ്ങി പൊട്ടി കരയുക, എന്നോടൊന്നും പറയുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ പറ്റി മക്കളെ, ഒന്ന് പറയും, അമ്മ അത് കേക്കട്ടെ, അവരെന്തിയേ, അവരെ വീട്ടിൽ കൊണ്ടുവന്നില്ലേന്ന് ചോദിച്ചു. നേരെ അവൻ പറഞ്ഞു, മമ്മി ചേട്ടന്മാരെ ആശുപത്രിയിൽ വെച്ചിട്ടാ വന്നേ, നാളെ കൊണ്ടുവരാനൊക്കെ തുള്ളന്നു. ഞാന് ദൈവസന്നിധിയില് എന്നെ തന്നെ കരിങ്കല്ല് പോലെ അങ്ങ് സമർപ്പിച്ചു. കർത്താവ്, ഇതൊക്കെ സഹിക്കാനുള്ള ഒരു കൃപ എനിക്ക് തരണേന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവ് എനിക്ക് ഫലം തന്നു, എന്നെ ധൈര്യപ്പെടുത്തി. 21-ാം തീയതി കുഞ്ഞുങ്ങളെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് മോർച്ചറിയിൽ വെച്ചിട്ട് വന്ന് 23-ാം തീയതിയാണ് അവരുടെ ശവം അടക്കുന്നത്. കാരണം എൻ്റെ മോള് കർണാടകയിൽ, അവള് വരണം. എൻ്റെ അനിയത്തി ഡൽഹിയിലുണ്ട്, അവള് വരണം. എൻ്റെ ആങ്ങളെ MP സുവിശേഷ വേലയില്. ഇവരെയൊക്കെ അറിയിച്ചുള്ളൂ, നാട്ടിലാരെ അറിയിച്ചിട്ട് അവർക്കാർക്കും വരാൻ പറ്റത്തില്ല. അത്രയും പെട്ടെന്ന് വരാനൊക്കത്തില്ല. അതുകൊണ്ട് എല്ലാവരും കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവരായതുകൊണ്ട് ആരുടെയും കയ്യിൽ അത്ര പൈസ ഇല്ലാത്തത് കൊണ്ട് ആരും വന്നില്ല. 23-ാം തീയതി അവരുടെ ഡെഡ് ബോഡി എടുക്കാനായിട്ട് എല്ലാവരും പറഞ്ഞു അവരുടെ മുഖം ഒന്നും കാണാൻ പറ്റത്തില്ല, അതുപോലെ തരിപ്പണമായി പോയെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് എൻ്റെ ആങ്ങളും പോയപ്പം പറഞ്ഞു വിട്ടിടാ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖം എനിക്ക് അവസാനമായിട്ടെങ്കിലും ഒന്ന് കാണാൻ ഉള്ള ഭാഗ്യം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ചേച്ചി നീ ഭാരപ്പെടണ്ട, ഞാൻ പോയി നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ വിളിച്ച് വിവരം പറയാമെന്ന് പറഞ്ഞു. അവര് ഡെഡ് ബോഡി എല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്തെല്ലാം ക്ലിയർ ആക്കി പെട്ടിക്കകത്ത് വെച്ച് കഴിഞ്ഞപ്പോ എൻ്റെ ഇളയ മോനെ വിളിച്ചേച്ച് അവനോട് പറഞ്ഞു, മോനെ മമ്മിയോട് പറ, ഭാരപ്പെടരുത്, ചേട്ടന്മാരുടെ മുഖം മമ്മിക്ക് കാണാം. ശരീരം ഒന്നും കാണാൻ പറ്റത്തില്ല മക്കളെ, അതൊക്കെ അറുത്ത് കീറിയൊക്കെ വെച്ചിരിക്കും, പക്ഷെ മുഖത്തിനൊന്നും കുഴപ്പമില്ല, മുഖം മമ്മിക്ക് കാണാമെന്ന് പറഞ്ഞു. അവൻ വന്ന് എന്നോട് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ മനസ്സിനൊരു ആശ്വാസമായി. അവിടുന്ന് ആംബുലൻസിൽ വീട്ടിൽ കൊണ്ടുവന്ന്, ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ അവിടെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ചുറ്റുപുറത്തുള്ള ആൾക്കാരെല്ലാവരും വന്ന് കണ്ടു. എല്ലാവർക്കും അതിശയമായിരുന്നു, നിങ്ങള് ഇത്രയും പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയാന്ന് എന്നോട് പലരും ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ കഴിവല്ല, എനിക്ക് ദൈവം തന്ന കൃപയിൽ ഞാൻ പിടിച്ചു നിന്നതാണ്, അതുകൊണ്ട് ദൈവം ഇന്ന് വരെ എന്നെ നടത്തിയെന്ന് പറഞ്ഞു. അവിടുന്ന് നിങ്ങളെ അടക്കാൻ കൊണ്ടുവന്ന് അവിടെ വെച്ച് രണ്ടുപേരെ അപ്പുറത്തും ഇപ്പുറത്തും വെച്ച് ഞാൻ അടക്കിയിരിക്കുക. ആ സമയത്ത് ഞാൻ അവിടെ ഇരുന്ന് പാടി, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാല് സന്തോഷത്തോടെ അത് ഏറ്റുവാങ്ങി ഹല്ലേലൂയ പാടും. അവൻ എന്നെ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കും, അവൻ എന്നെ ഒരു നാൾ കൈവിടുകയില്ലെന്നുള്ള ആ പരിപൂർണ വിശ്വാസത്തോടെ എൻ്റെ 2 കുഞ്ഞുങ്ങളുടെ തലയിൽ ഞാൻ കൈവച്ച് ആ പാട്ട് പാടി ഞാൻ ആശ്വസിച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച്. എൻ്റെ കുഞ്ഞുങ്ങളെ അടക്കാനായിട്ട് ഇവര് കുഴി വെട്ടിയ സമയത്ത് പറഞ്ഞ് 2 കുഴി എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, 2 പേര് അവര് പോവുകയും വരികയും വേല ചെയ്യുകയും എടുക്കുകയും ഒക്കെ ചെയ്ത് അവർ ഒന്നിച്ചു പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്ന കാണുന്നവർ പലരും ചോദിച്ചിട്ടുണ്ട് അവർ ഇരട്ട പിള്ളേരാണോ എന്ന്. അതുപോലെ തന്നെ ഇരുന്നോട്ടെ, ഒറ്റ കുഴി എടുത്താൽ മതി എന്ന് പറഞ്ഞ് ഒരു കുഴി എടുത്തിട്ട് 2 പേരെ ഇടത്തും വലത്തുമായിട്ട് വെച്ച് ദൈവസ്ഥലങ്ങളിൽ ഏൽപ്പിച്ച് ഞാൻ കടന്നു പോകുന്നു. ഇന്നും പലപ്പോഴും ഇരുന്ന് ഞാൻ ആ കാര്യങ്ങൾ ഓർക്കുമ്പോൾ മനസ്സ് നൊന്ത് കരയുന്ന സന്ദർഭങ്ങളുണ്ട്. കുറെ കരഞ്ഞ് സമാധാനപ്പെട്ട് കഴിയുമ്പോ പിന്നെ ഞാൻ ഓർക്കും, എന്തിനു ഞാൻ നിരാശപ്പെടുന്നു, എന്തിനു ഞാൻ ദുഃഖിക്കുന്നു. എൻ്റെ മക്കളെ ദൈവം തന്നു, ദൈവം എടുത്തു. അതായത് ഇയ്യോബിന് ജീവിതത്തിൽ കർത്താവ് കൊടുത്തതുപോലെ, ഇയ്യോബിന്റെ മക്കളെയും സമ്പത്തും എല്ലാം കർത്താവ് എടുത്തതുപോലെ ദൈവം തന്നു, ദൈവം എടുത്തു. അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ ഭർത്താവിനെ എനിക്ക് കാണാമെന്നുള്ള പരിപൂർണ വിശ്വാസത്തോടെ ഇന്ന് ഞാൻ മുൻപോട്ട് പോകുന്നു. മക്കളെ, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ നവോമിയെ പോലെ ഒരു തകർന്ന ജീവിതത്തോടു കൂടെയാണ് ഞാൻ മുൻപോട്ട് പോകുന്നത്. എനിക്ക് വേണ്ടി അനേക ദൈവമക്കള് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഒരു ബലത്തിലാണ് ഇന്ന് ഞാൻ മുൻപോട്ട് പോകുന്നത്.
ദൈവമക്കളെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് കർത്താവ് എന്നെ ബലപ്പെടുത്തുന്നത്. ഇന്ന് പലയിടങ്ങളിലും, അതായത് ആരോമ ടിവിയിലും ആസാദി ടിവിയിലും ജോയിസ് ടിവിയിലും ഒക്കെയും എൻ്റെ സാക്ഷ്യങ്ങൾ പറയുവാൻ എനിക്ക് കർത്താവ് അവസരം തന്നു. ഒത്തിരിയും കാര്യങ്ങൾ പറയുവാനുണ്ട്. ഒരു മണിക്കൂറോ 2 മണിക്കൂർ കൊണ്ടൊന്നും പറഞ്ഞാൽ തീരത്തില്ല എൻ്റെ ഈ 43 വർഷത്തെ അനുഭവ സാക്ഷ്യം. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഇരുന്ന് ചിന്തിക്കായിരുന്നു, കർത്താവ് അതൊരു പുസ്തകമായിട്ട് എഴുതിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡയറിയിൽ എഴുതാൻ ആരംഭിച്ചു കഴിഞ്ഞു. അച്ചടിക്കുവോ പുസ്തകമായിട്ട് വെളിയിൽ വരുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അതൊരു ഡയറി കുറിപ്പായിട്ട് എഴുതി വെക്കാൻ ഞാൻ ആഗ്രഹിച്ച് അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് വേണ്ടി ഇത്രയൊരു അവസരം ഒരുക്കി തന്നു, ഇത്രയും സമയം തന്ന ദൈവമക്കൾക്ക് എല്ലാവർക്കും ദൈവനാമത്തില് എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് എൻ്റെ സാക്ഷിയിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.